وعلى خير وأصحابه كثيرا أما بعد ويسر لي أمري واحلل عقدة من لساني أما بعد واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني إلا الإسلام عقدة من لساني يفقه قولي إلا بالله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إلا بالله رب اشرح لي صدري ويسر لي أمري وأعذنا من واحلل عقدة من رب اشرح لي صدري ويسر لي أمري وأعذنا من واحلل عقدة بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على كذلك الشاهدين والشاكرين آياته لعلكم تهتدون اللهم إنا نجعلك في نحورهم صدق الله بك ونشهده صدق وبلغ رسوله النبي الكريم يجعلك في نحورهم ونحن على كذلك الشاهدين والشاكرين آياته لعلكم تهتدون ونعوذ بك من اللهم إنا نجعلك في نحورهم صدق الله ونشهده മഹത്തായ അനുഗ്രഹത്താൽ മഞ്ചേശ്വർ യൂത്ത് ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഏകദിന ദീനി വിജ്ഞാന വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സത്യവിശ്വാസിനികളെ, സദസ്സിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, വിനീതനെ ശ്രവിക്കുന്ന കാരണവന്മാരെ, മാതാപിതാക്കളെ, സഹോദരി, ഈ ഏകദിന ദീനി വിജ്ഞാന കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ സദസ്സിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റ്
ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ഇതിനെ സമീപിക്കുന്ന കാരണവന്മാരെ, വിശുദ്ധ ഇസ്ലാമിന്റെ സഹോദരി, വിദ്യാർത്ഥിയുടെ ഉത്തരവാദിത്വങ്ങൾ, കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ സദസ്സിന്റെ ജിഹാദിന്റെ ജീവിതത്തിന് സജ്ജരായി ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ ഇതിനെ സമീപിക്കുന്ന കർമ്മോത്സുകരായി സാഹോദര്യത്തോടെയും നിർഭയത്വത്തോടെയും കടന്നു വരേണ്ടുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഈ നിമിഷം വരെയും നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങളും നാഥനായ തമ്പുരാൻ അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മണ്ണറകളിൽ കഴിയുന്നവർ, നമ്മുടെ മുൻഗാമികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബാദികൾ, എല്ലാ വിശ്വാസികൾക്കും പടച്ചവൻ അവന്റെ മഗ്ഫിറത്തും മർഹമത്തും കനിഞ്ഞരുളുകയും കബറുകളെ കണ്ണെത്താ ദൂരത്തോളം നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർ ചെയ്യുമാറാകട്ടെ. ഒരു ഐക്യത്തിന്റെ എല്ലാവിധ ശക്തിയും തകർത്ത് കളയാനല്ലാതെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ നമ്മുടെ ഐക്യത്തിന്റെ എല്ലാവിധ ശക്തിയും തകർത്ത് കളയാനല്ലാതെ ശാരീരികവും സാമ്പത്തികവുമായ എത്രയും എളുപ്പത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും അവരുടെ ഒരു ഐക്യത്തിന്റെ എല്ലാവിധ ശക്തിയും തകർത്ത് കളയാനല്ലാതെ ഒരു ദീനീ സദസ്സിന് വേണ്ടി വിളിക്കുമ്പോൾ മറ്റ് വേറെ എവിടെ പോയാലും അവിടെയൊക്കെ മറ്റു പല വിഷയങ്ങളും ഉണ്ടാവും. ചെറുപ്പക്കാരെ പറ്റി പറയണം, മദ്യപാനത്തെ പറ്റി പറയണം, മൊബൈലിന്റെ ദുരുപയോഗത്തെ പറ്റി പറയണം. പക്ഷെ ഞാൻ നോക്കിയിട്ട് സദസ്സിന് വേണ്ടി ഭാഗങ്ങളിലൊക്കെ വന്നാൽ മറ്റ് വേറെ എവിടെ പോയാലും ഒരൊറ്റ വിഷയമുള്ളൂ. അവിടെയൊക്കെ മറ്റു പല വിഷയങ്ങളും ഉണ്ടാവും. കാരണം മദ്യപാന സമൂഹം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരുപയോഗത്തെ പറ്റി ഐക്യമില്ല. ഞാൻ നോക്കിയിട്ട് സംഘടനകൾക്ക് കുറവ്, സദസ്സിന് വേണ്ടി പ്രഭാഷകന്മാർക്കും കുറവ്, വേറെ മറ്റു പല വിഷയക്കാർക്ക് കുറവില്ല. ഐക്യമാണ് നമുക്കില്ലാതെയായി പോയത്. മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ഐക്യമില്ലായ്മ രൂക്ഷമാവുകയും തമ്മിൽ തല്ല് രൂക്ഷമാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുമ്പോൾ ഐക്യം എന്ന വലിയ ഒരു അനുഗ്രഹത്തെ തിരിച്ചറിയുവാനും കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ഐക്യപ്പെടുവാനും നാളൊന്നു വരെ നമുക്കാർക്കും കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എവിടെ വന്നാലും വിഷയം ഐക്യം 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 തന്നെയാണ്. ഞാൻ തന്നെ ഇങ്ങനെ പരിപാടികൾക്കൊക്കെ അമീദ് സാഹിബിന്റെ കെയർ ഓഫിലാ വരുന്ന. ഞാൻ പറഞ്ഞു, ഇനി ഐക്യം പറയാനാണ് ഞാൻ വരുന്നില്ല. ഇവിടെയൊക്കെ തന്നെ ഐക്യം പറഞ്ഞു. ഈ ഇരിക്കുന്നത് ഈ പലരും വന്ന് കേട്ടിട്ടുണ്ട്. ആകെ ഒരു ഖുർആനെ നമുക്കുള്ളൂ, ഒരു നബി തങ്ങളുടെ ഹദീസുള്ളൂ. എല്ലായിടത്തും ഇതൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞത് പറഞ്ഞ് എനിക്ക് എന്നെ മടുത്തു. ഈ പറയുന്നതല്ലാതെ നമുക്കിടയിൽ വല്ല മാറ്റമുണ്ടോ? ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളെന്നാലും ഇതൊക്കെ ഒരു ഭാഗത്തൂടെ കേൾക്കുന്നു. ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിറ്റേ ദിവസം രാവിലെ തന്നെ ആരെങ്കിലും ഒരാളെ കാഫറാക്കും. നമുക്ക് അങ്ങനെയാണ്.
ഒരാള് സലാം പറഞ്ഞാൽ ചിലപ്പോൾ മടക്കാൻ അതിന് മറുപടി പറയാൻ താല്പര്യമില്ല. ഒരാളെ പറ്റി പറയുമ്പോ തന്നെ അയാൾ ഒരു മുസ്ലിം എന്നതിനപ്പുറം അയാൾ ഇന്ന പ്രസ്ഥാനക്കാരനാണ്, അയാളുടെ തൗഹീദ് ശരിയല്ല, അയാളുടെ സുന്നത്തിയമാത്ത് ശരിയല്ല, അയാള് ബിദ്അത്തിന്റെ പക്ഷക്കാരനായ, അയാള് ശിർക്കിന്റെ പക്ഷക്കാരനാണ് എന്നിങ്ങനെ പറയാനല്ലാതെ ഒരു ഐക്യത്തിന്റെ എല്ലാവിധ ശക്തിയും തകർത്ത് കളയാനല്ലാതെ ഐക്യപ്പെട്ട് നിൽക്കാനുള്ള ഒരു മനസ്ഥിതി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് കടന്നു വരുന്നില്ല. ഇത് വലിയ ഒരു അപകടമാണ്. തിരുവോരങ്ങളിലൊക്കെ ഇന്ന് ഇപ്രകാരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോഴും എന്താണ് അവിടെ ചർച്ച? ഖുർആൻ ഓതിക്കൊണ്ട്, ഹദീസുകൾ ഓതിക്കൊണ്ട് മറ്റുള്ളവനെയൊക്കെ കാഫറാക്കാനും മുശ്രിക്കാക്കാനും മുബത്തദിയാക്കാനും ഭീകരവാദിയാക്കാനും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും സലാം പറയരുതെന്ന് പറയാനും പറഞ്ഞാ മടക്കരുതെന്ന് പറയാനും പള്ളിയിൽ നിന്ന് അടിച്ചിറക്കാനും അവരുടെ പള്ളിയിൽ കയറാൻ പാടില്ലെന്ന് പറയാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായി നമ്മുടെ സദസ്സുകൾ, ഇതിനൊക്കെ വേണ്ടി മാത്രമായി നമ്മുടെ സദസ്സുകൾ. ഐക്യമെന്ന അനുഗ്രഹത്തെ നമ്മളൊക്കെ മറന്നുപോയി, ഐക്യമെന്ന ശക്തിയെ നമ്മളൊക്കെ മറന്നുപോയി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. വിനീതനൽപ്പം മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ദിവ്യസൂക്തമുണ്ടല്ലോ. പടച്ച തമ്പുരാനോടും നിങ്ങളോടും പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ اذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹു ഏകനാണെന്ന് വിശ്വാസമുള്ളവരെ, ഹബീബായ റസൂലിൽ വിശ്വാസമുള്ളവരെ, ആഖിറത്തിൽ വിശ്വാസമുള്ളവരെ, സ്വർഗ്ഗ നരകങ്ങളിൽ വിശ്വാസമുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാൻ പറയുന്നു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഒരു അനുഗ്രഹത്തെ നിങ്ങൾ മറന്നു കളയല്ലേ. പടച്ചവൻ പറയുകയാണ്, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമുണ്ട്, ഈ അനുഗ്രഹത്തെ നിങ്ങൾ മറന്നു കളയാൻ പാടില്ല. സദാ സമയത്തും ഈ അനുഗ്രഹത്തെ പറ്റിയുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ നിമിഷങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഈ അനുഗ്രഹത്തെ പറ്റിയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഞാനും നിങ്ങളും മറക്കാൻ പാടില്ലെന്ന് പടച്ചവൻ പറയുന്ന അനുഗ്രഹമേതാ? ലക്ഷോപലക്ഷം മൈലുകൾ അകലെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് സൗരോർജത്തെ തരുന്ന സൂര്യൻ എന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, പതിരാത്രിയുടെ നിശബ്ദതയിൽ മനുഷ്യന് തണുപ്പും നിലാവും തരുന്നതായ ചന്ദ്രൻ എന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾക്ക് പോലും അപ്പുറത്തുള്ളതായ കോടാനുകോടി നക്ഷത്രങ്ങളുള്ളതായ ആയിരക്കണക്കിന് താരക സമൂഹങ്ങളെ മറക്കരുതെന്നല്ല, ദിനേനയെന്നോണം ആയിരം ആയിരം അലമാലകൾ അഞ്ഞടിക്കുന്നതായ സമുദ്രമെന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്തോടുകൂടി നീന്തി തുടിക്കുന്നതായ കോടാനുകോടി ജീവജാലങ്ങളെ മറക്കരുതെന്നല്ല. പിന്നെയോ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അനുഗ്രഹമുണ്ടല്ലോ, ഒരിക്കലും നിങ്ങളെ മറക്കാൻ പാടില്ലാത്ത സദാസമയത്തും നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനുഗ്രഹമേത് അനുഗ്രഹമാണെന്നറിയുമോ? ഇത് കുന്തും ഈ വിശ്വാസികളെ, ഒരു കാലത്ത് നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നവരായിരുന്നു, നിങ്ങൾ തെറിവിളിക്കുന്നവരായിരുന്നു, നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ഐക്യവും ഉണ്ടായിരുന്നില്ല. അതേ സഹാബക്കളുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ. കുടുംബത്തിന്റെ പേരിൽ അവർ തമ്മിലടിക്കുന്നവരായിരുന്നു, വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നവരായിരുന്നു. വഴിവക്കിലൂടെ നടന്നു പോകുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകം, ആ ഒട്ടകം ഒരു ഇല കടിച്ചു പറിച്ചതിന്റെ പേരിൽ
ഒട്ടകത്തിന്റെ ഉടമയും തോട്ടത്തിന്റെ ഉടമയും വർഷങ്ങളോളം യുദ്ധങ്ങളും കലാപങ്ങളും നടത്തിയവരായിരുന്നെങ്കിൽ ഇപ്രകാരം ഇത് കുന്തും നിങ്ങളുടെ മുൻഗാമികൾ ശത്രുതയിൽ തമ്മിലടിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്കിടയിൽ ഇണക്കം നൽകിയെങ്കിൽ, നിങ്ങൾക്കിടയിൽ ഐക്യത്തിലാക്കിയെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനിടയിൽ സൗഹാർദ്ദം ഇട്ട് തന്നെങ്കിൽ അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ സഹോദരങ്ങളായി മാറിയെങ്കിൽ, നിങ്ങൾ സാഹോദര്യ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നവരായി മാറിയെങ്കിൽ, ഒരു കാലത്ത് നിങ്ങൾ തമ്മിലടിച്ചവരായിരുന്നു, ഒരു കാലത്ത് നിങ്ങൾ യുദ്ധങ്ങൾ നടത്തിയവരായിരുന്നു, ഒരു കാലത്ത് സഹകരണമില്ലാതെ ജീവിച്ചവരായിരുന്നു. എന്നാൽ പടച്ചവൻ നിങ്ങൾക്കിടയിലേക്ക് ഐക്യമിട്ട് തന്നപ്പോ ഈ റുമൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശരീരത്തിൽ വെട്ടുകളും മുറിവുകളും വെറ്റുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സഹാബിയുടെ അടുക്കലേക്ക് മരണസമയത്തേക്ക് വായിലേക്ക് ഒഴിക്കാൻ വെള്ളവും കൊണ്ട് ചെല്ലുമ്പോ, എനിക്കല്ല ഈ വെള്ളം വേണ്ടത്, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരന് കൊടുക്കാൻ പറഞ്ഞ് രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് വെള്ളവുമായി എത്തുമ്പോ, ഇല്ല ഇല്ല, മരണത്തിന്റെ സമയത്ത് ലോകത്തുള്ള മുഴുവൻ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സന്ദർഭത്തിൽ എനിക്ക് ഈ വെള്ളം ആവശ്യമില്ല, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറയത്തക്ക രീതിയിൽ മരിക്കുന്ന സമയത്തും സാഹോദര്യം മുറുകെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മഹത്തുക്കളായ സഹാബാക്കൾ എത്തിച്ചേർന്നെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുകയാ, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കല്ലേ, ഈ സാഹോദര്യത്തെ നിങ്ങൾ മറക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കരുത്. ഇതില് സൗണ്ട് ഇല്ലല്ലോ, ഇത് കേൾക്കുന്നില്ലല്ലോ, കുറച്ചുകൂടെ കൂട്ടി വെക്കും. ഈ സാഹോദര്യത്തെ നിങ്ങൾ മറക്കരുത്, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കരുത്. പടച്ചവൻ നമ്മളോട് പറയുന്നു, ഐക്യത്തെ മറക്കരുത്, സാഹോദര്യത്തെ മറക്കരുത്, സാഹോദര്യം മുറുകെ പിടിക്കണം, ഐക്യം മുറുകെ പിടിക്കണം. പക്ഷെ നമ്മള് ഇന്ന് സംഘടന, പാർട്ടി, പ്രസ്ഥാനം, ഗ്രൂപ്പ്, അതിന്റെ പേരിൽ ആദ്യം മറക്കുന്നത് ഐക്യമാണ്. നമുക്കിപ്പോ അങ്ങനെയാ, നമ്മൾ ആദ്യം മറക്കുന്നത് ഐക്യമാണ്. ഹബീബായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം. നിങ്ങൾ വിശ്വാസികളാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാകാൻ നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പറയുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ചിന്തിക്കണേ, പരസ്പരം സലാം പറയുമ്പോഴാണ് നമുക്കിടയിൽ സ്നേഹം ഉണ്ടാകുന്നത്. ആ സ്നേഹം ഉള്ളപ്പോഴാണ് നമ്മൾ വിശ്വാസികളാവുന്നത്. ആ വിശ്വാസികളാകുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. പക്ഷെ അത് തന്നെ നമ്മൾ മറന്നില്ലേ? പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മുസൽമാൻ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ സലാം എത്ര പേരും മടക്കും? ചിന്തിക്കണം. 5 നേരം നിസ്കാരമുള്ള, നിസ്കാരത്തഴമ്പുള്ള, താടിയുള്ള, കണ്ടാലും മുസ്ലിമാണ്, നല്ല മനുഷ്യനാണ്, എല്ലാം അറിയാം. എന്നാലും സലാം പറഞ്ഞാൽ മടക്കാൻ താല്പര്യമില്ല. എന്തേ? നമ്മുടെ പാർട്ടിക്കാരനല്ല, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളല്ല, നമ്മുടെ സംഘടനയുടെ, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, നമ്മളുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ഒറ്റ ഒരു കാരണത്തിന്റെ പേരിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയാനും സലാം മടക്കാനും പഠിപ്പിച്ചപ്പോൾ അത് തന്നെ നമ്മൾ അങ്ങോട്ട് മറന്നു. ഒരു ഹോൾ ബോഡി സ്കാനിങ് ഇങ്ങനെ നടത്തും. ഇവൻ സലാം പറഞ്ഞാൽ മടക്കണോ? ഇവൻ ഏത് ഗ്രൂപ്പുകാരനാ? നമ്മുടെ ഗ്രൂപ്പാണോ അതോ എതിർ ഗ്രൂപ്പാണോ? നമ്മുടെ സംഘടനയാണോ? ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ അവസ്ഥയൊക്കെ എന്താ അല്ലേ? ഒരു പണ്ഡിതൻ ഒരു ദീനീ സദസ്സ് നടക്കാൻ പോവാ, അപ്പൊ അവിടെ പ്രസംഗിക്കാൻ ഒരാള് വരാൻ പോവാ. അപ്പൊ നമ്മൾ എങ്ങനെ വിലയിരുത്തും? അല്ലിട്ടിരിക്കുന്ന ജുബ്ബയുടെ അളവ് കണ്ടോ? അതിന് നീളം കൂടുതലാണ് അല്ലെങ്കിൽ നീളം കുറവാണ്? അയാളുടെ പേരിനോടൊപ്പമുള്ള ഡിഗ്രി ഉണ്ടോ? അയാളെ സംസാരം കേട്ടോ? കൊണ്ട് വരുന്ന പണ്ഡിതൻ മുസ്ലിം അല്ല, ഇന്ന പ്രസ്ഥാനക്കാരനാണ്. നമുക്ക് അങ്ങനെയാണല്ലോ. മുസ്ലിം എന്നുള്ളത് നമ്മൾ മറക്കുന്നു. അത് ഇന്ന പ്രസ്ഥാനക്കാരനാ, അതുകൊണ്ട് അയാളെ സംസാരം കേൾക്കലേ ഹറാം.
അതുകൊണ്ട് അവരെ പോകലെ ഹറാം, അതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ വർഗീയത, ഏറ്റവും വലിയ ജാതീയത, ഏറ്റവും വലിയ അസഹിഷ്ണുത ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനെ പിടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഐക്യത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ് നിങ്ങൾ മറക്കരുതെന്നാണ്. മഹല്ലുകളിലും ഐക്യമില്ല, പള്ളികളിലും ഐക്യമില്ല, മുസ്ലിങ്ങൾക്കിടയിലും ഐക്യമില്ല. എല്ലാവരും ഐക്യമെന്ന് തകർന്നുപോയി. ഐക്യത്തെ ഇന്ന് എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു പറഞ്ഞത് നിങ്ങളെ ഐക്യത്തെ മറന്നു പോകല്ലേ. എല്ലാ സമയത്തും നിങ്ങൾക്ക് ഐക്യത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാകട്ടെ. സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ ഐക്യത്തെ തകർക്കാൻ പാടില്ല, പ്രസ്ഥാനത്തിന് വേണ്ടി ഐക്യത്തെ തകർക്കാൻ പാടില്ല, പാർട്ടിക്ക് വേണ്ടി ഐക്യത്തെ തകർക്കാൻ പാടില്ല. അല്ലാഹു പറയുകയാ, നിങ്ങൾ തമ്മിൽ ഐക്യപ്പെടാൻ കഴിയട്ടെ, നിങ്ങൾ തമ്മിൽ സഹോദര്യത്തിലാകാൻ കഴിയട്ടെ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പറയുന്നു, നിങ്ങൾക്കിടയിൽ കൂട്ടങ്ങൾ ഉണ്ടാകേണ്ടുന്നത് എന്തിനാ? നിങ്ങൾ ഐക്യപ്പെടേണ്ടുന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങളിൽ പാർട്ടികൾ ഉണ്ടാകേണ്ടുന്നത്, നിങ്ങളിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകേണ്ടുന്നത്, നിങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകേണ്ടുന്നത് എന്തിനാണെന്നറിയുമോ? യദ്ഊന ഇലൽ ഖൈർ, നന്മകളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാൻ, നന്മകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകളിലേക്ക് ജനങ്ങളെ കൽപ്പിച്ചുകൊണ്ടടുപ്പിക്കാൻ. വയൻഹൗന അനിൽ മുൻകർ, തിന്മകളിൽ നിന്ന് ജനങ്ങളെ തടയാൻ. നന്മകൾക്ക് വേണ്ടിയാണ് പാർട്ടികൾ വേണ്ടത്, നന്മകൾ പറയാൻ വേണ്ടിയിട്ട്, നന്മയുടെ പക്ഷം ചേരാൻ വേണ്ടിയിട്ട്, സത്യത്തിന്റെ പക്ഷം ചേരാൻ വേണ്ടിയിട്ട്, അനീതിയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിടയിൽ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വേണ്ടതെന്ന് ഖുർആൻ പറയുമ്പോൾ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അങ്ങനെ നന്മയുമായി ബന്ധപ്പെടുന്നവർ ആരൊക്കെയാണോ അവരാണ് വിജയികളെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമ്പോൾ, ഇന്ന് പാർട്ടിയുടെ പേരിൽ നന്മകളെ നമ്മൾ തകർത്ത് കളഞ്ഞില്ലേ? സംഘടനയുടെ പേരിൽ നന്മകൾ നമ്മൾ തകർത്ത് കളഞ്ഞില്ലേ? വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. അല്ലാഹു പറയുകയാ, വലാ തകൂനൂ കല്ലദീന, ഒരു കൂട്ടം ആളുകളെ പോലെ നിങ്ങളാകാൻ പാടില്ല. അവരുടെ സ്വഭാവം നിങ്ങൾക്ക് വരാൻ പാടില്ല, അവരുടെ ശൈലി നിങ്ങൾക്ക് വരാൻ പാടില്ല, അവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. അവരാരെന്നറിയുമോ? കല്ലദീന തഫറഖൂ വഖ്തലഫൂ, അവര് സമൂഹത്തിലെ ഐക്യത്തെ തകർത്ത് കളയുന്നവരാ. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കി, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിസാര വിഷയത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്നവരില്ലേ? മഹല്ലിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്നവരില്ലേ? ഗ്രൂപ്പിസം കളിക്കുന്നവരില്ലേ? പാർട്ടിയുടെ പേരിൽ ഐക്യത്തെ നശിപ്പിച്ച് കളയുന്നവരില്ലേ? മറ്റുള്ളവരെ കഫറാക്കാനും മുശ്രിക്കാക്കാനും നിൽക്കുന്നവരുമില്ലേ? ഒരിക്കലും അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല, ഒരിക്കലും അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. അതേ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കിട്ടിയിട്ടും, ഐക്യപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളാണെന്ന തിരിച്ചറിവുണ്ടായിട്ടും, ഒന്നായി ചേർന്ന് നിൽക്കേണ്ടതാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും അവിടെ ഒന്നിച്ചു നിൽക്കാൻ കഴിയാതെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ കോപ്പുകൂട്ടുമ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഐക്യപ്പെട്ട് നിൽക്കേണ്ടുന്നവരാണ് തങ്ങളെന്ന ചിന്താഗതിയില്ലാതെ അതിനെയെല്ലാം മറന്നുകൊണ്ട്, അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, സമുദായത്തെക്കാൾ പാർട്ടിക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട്, ഇസ്ലാമിനേക്കാൾ ഗ്രൂപ്പിന് സ്ഥാനം കൊടുത്തുകൊണ്ട് മഹല്ലുകളിൽ ഫിത്നയുണ്ടാക്കി, പള്ളികളിൽ ഫിത്നയുണ്ടാക്കി, മദ്രസകളിൽ ഫിത്നയുണ്ടാക്കി, സ്നേഹത്തോടുകൂടി കഴിയുന്ന പൊതുജനത്തെ തമ്മിലടുപ്പിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഐക്യം തകർത്ത് കളയുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും നിങ്ങൾ അവരെ പോലെ ആകാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹ് പഠിപ്പിക്കുക നമ്മളെ.
നിങ്ങൾ ഐക്യത്തെ മറക്കരുത്. നിങ്ങൾക്കിടയിൽ പാർട്ടി വേണം, പ്രസ്ഥാനം വേണം, കൂട്ടായ്മകൾ വേണം. എന്തിനാ? നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവനെയൊക്കെ കാഫിറാക്കാൻ, അല്ലേ? ബാക്കിയുള്ളവനെയൊക്കെ മുശ്രിക്കാക്കാൻ, അവരോട് സഹകരിക്കരുതെന്ന് പറയാനല്ല. അല്ലാഹ് പറയുന്നു ഉണ്ടാകട്ടെ, നിങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ, പ്രസ്ഥാനങ്ങൾ ഉണ്ടാകട്ടെ. എന്തിന്? നന്മകളിലേക്ക് ക്ഷണിക്കാൻ, സത്യത്തിന്റെ പക്ഷം ചേരാൻ, തിന്മകളെ തടയാൻ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂട്ടായ്മകളെങ്കിൽ ആ കൂട്ടായ്മയുടെ വക്താക്കൾ വിജയിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നേരെ മറിച്ച് ചില ആളുകളുണ്ട്, അല്ലാഹ് പറയാ അവരെ പോലെ നിങ്ങൾ ആകരുത്. അതിൽ കേൾക്കുന്നില്ല. അവരെ പോലെ നിങ്ങൾ ആകരുത്. അവരാരാന്നറിയോ? വലാ തകൂനു കല്ലദീന, ഒരു കൂട്ടം ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. അവരുടെ മെയിൻ സ്വഭാവം തഫറഖു, ഉമ്മത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കും. സ്നേഹത്തോടുകൂടി കഴിയുന്ന ആളുകളെ പിരിച്ചു കളയാം, ഒരു സഹകരണം ഇല്ലാതാക്കുക, ഐക്യത്തെ തകർത്ത് കളയുക, അഭിപ്രായ വ്യത്യാസം, ആവശ്യമില്ലാത്ത ചർച്ചയും കാര്യം, സംവാദം, വാദപ്രതിവാദം, അത് ഇത് പ്രശ്നം പറഞ്ഞു ഉമ്മത്തിനെ തകർത്ത് കളഞ്ഞു. എന്തിനാണ്? അങ്ങനെയുള്ളവരെ പോലെ നിങ്ങളാകരുത്. കാരണം ഉലൈക ലഹും അദാബുൻ അലീം, ഉമ്മത്തിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്നവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. പടച്ച തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്, വ്യക്തമായ സന്ദേശം കിട്ടി, ദൃഷ്ടാന്തം കിട്ടി, എന്നിട്ടും ഐക്യപ്പെടാൻ കഴിയാത്ത ആളുകളെ പോലെ നിങ്ങളാകരുത്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കാലഘട്ടം ഏതാ? നമ്മൾ ഈ തൗഹീദ് പറഞ്ഞ് തമ്മിലടിക്കുന്ന, സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് തമ്മിലടിക്കുന്ന, ഗ്രൂപ്പ് പറഞ്ഞ് തമ്മിലടിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടം ഏതാ? ഞാൻ തുറന്നങ്ങ് പറയുക, ഞാൻ തുറന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. സുന്നിയും പറഞ്ഞ്, എപിയും പറഞ്ഞ്, ഈകയും പറഞ്ഞ്, സലഫിയും പറഞ്ഞ്, മുജാഹിദും പറഞ്ഞ്, ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞ്, തബ്ലീഗും പറഞ്ഞ്, പോപ്പുലർ ഫ്രണ്ടും പറഞ്ഞ്, ലീഗും പറഞ്ഞ്, PDPയും പറഞ്ഞ്, ഈ തമ്മിലടിച്ച് ഉമ്മത്തിന്റെ ശക്തി നമ്മളെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടം ഉണ്ടല്ലോ, അതേത് കാലഘട്ടം എന്ന് നമ്മൾ ചിന്തിക്കണം. കാലഘട്ടത്തെ പറ്റിയുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇസ്ലാമിക ശരീഅത്തിനെ പോലും ഇവിടെ വേണ്ട എന്ന പ്രസ്താവന വന്നിരിക്കുന്നു. ചിന്തിക്ക്, ഇവിടെ ഇപ്പോ കൈ കെട്ടണോ എന്നുള്ള, എവിടെ കെട്ടണോ എന്നുള്ള കാര്യത്തിൽ ആ ചർച്ച, അല്ലേ? കെട്ടാൻ കൈ വേണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ചർച്ചയില്ല. തല മറയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ ആ ചർച്ച, മറയ്ക്കാൻ തല വേണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ചർച്ചയില്ല. നമ്മൾ ചിന്തിക്കണേ, നമ്മുടെ ചർച്ചകളൊക്കെ ഇന്ന് എവിടെയാ? സമുദായത്തെ നശിപ്പിക്കാൻ ഇത്രയും നാളും ഇവിടുത്തെ വർഗീയ പരിവാരങ്ങളുടെ പ്രസ്താവന എന്താ? മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ നമുക്ക് വേണ്ടത്. ഇപ്പൊ പരസ്യമായി പറഞ്ഞു, ഇസ്ലാമില്ലാത്ത ഇന്ത്യ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ശരീഅത്തിനെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശരീഅത്തിനെ താറടിച്ച് കാണിച്ച് ശരീഅത്തിനെ നശിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോ നമ്മളിവിടെ തൗഹീദും സുന്നത്തും ബിദ്അത്തും ശിർക്കും പറഞ്ഞ് തമ്മിലടി, ഉള്ള കൂട്ടായ്മകൾ തകർക്കുന്നു, ഉമ്മത്തിന്റെ ഐക്യമില്ലാതെയാക്കുന്നു, സാഹോദര്യത്തെ നശിപ്പിക്കുന്നു, പൊതുശത്രുവിനെ തിരിച്ചറിയുന്നില്ല. നമ്മൾ തമ്മിൽ ശത്രുതയിലാണ്. അറിയേണ്ട ശത്രുവിനെ അറിയേണ്ട പോലെ അറിയാൻ നമുക്ക് പറ്റിയോ? ഈ കാലഘട്ടം ഏത് എന്ന തിരിച്ചറിവുണ്ടാകണം. ഫറോവമാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ന്യൂനപക്ഷ വിശ്വാസ സമൂഹമായ മുസ്ലിമീങ്ങളെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യാൻ കൈവെള്ളയിലിരിക്കുന്ന അർഹതയില്ലാത്ത അധികാരം ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫറോവമാരുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ആ ഫറോവമാരുടെ കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, വിജയം ലഭിക്കണമെങ്കിൽ, ഐക്യപ്പെടാനാണ് നമുക്ക് കഴിയേണ്ടത് എങ്കിൽ ആ ഫറോവമാർക്കെതിരിൽ ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചിന്തയിലേക്ക് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല. നമ്മൾ തമ്മിലടിക്കുക. ഫറോവ വർഷങ്ങൾക്ക് മുമ്പ് ചത്തിട്ടുണ്ടാവും. ഫറോവ ചത്തു. പക്ഷേ നമ്മൾ അറിയണം, ഫറോവ ചാവുമ്പോ പടച്ചോൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ ചാവുകയാണ്, നിന്നെ ഞാൻ ഇന്ന് കൊന്നുകളയാണ്. പക്ഷേ ഇന്നു മുതൽ നിന്റെ ശവശരീരത്തെ ഞാൻ സൂക്ഷിച്ചു. എന്തിനാ? ലിത്തകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷം വരുന്ന കുറെ ആളുകൾക്ക് നീ ഒരു ഗുണപാഠമാകണം,
അതുകൊണ്ട് നിന്നെ ഞാൻ സൂക്ഷിച്ചു. ഖുർആൻ ഇത് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞ് 1800 ഇന്നലകളിൽ ചെങ്കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഫറോവയുടെ ശവം കിട്ടി. ഒരു കേടുപാടുമില്ല. ഇന്നും ഈജിപ്തിലെ കൈറോ മ്യൂസിയത്തിൽ ആ ഫറോവയുടെ ശരീരം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ? നമുക്കൊക്കെ അതിൽ കുറെ പഠിക്കാനുണ്ട്. നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അബൂലഹബ് ചത്തുപോയെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ, അബൂജഹല് ചത്തുപോയെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലികുല്ലി ഉമ്മത്തിൻ ഫിർഔൻ, എല്ലാ കാലഘട്ടത്തിലും ഫറോവമാരുണ്ടാകും. വ ഇന്ന ഫിർഔന ഹാദിഹിൽ ഉമ്മത്തി അബൂജഹൽ, ഈ കാലഘട്ടത്തിന്റെ ഫറോവ അബൂജഹലാണ്. എല്ലാ കാലഘട്ടത്തിലും ഫറോവമാരുണ്ടാകും എങ്കിൽ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും ഫറോവമാരുണ്ടാവും. തിരിച്ചറിയണം. ഫറോവമാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ ആ ഫറോവമാരെ നമുക്ക് പരിചയപ്പെടുത്തിയില്ലേ? ഇന്ന ഫിർഔന അലാ ഫിൽ അർള് വജഅല അഹ്ലഹാ ശിയാ يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم وفي ذلكم بلاء من ربكم عظيم. അല്ലാഹു പറഞ്ഞു തരികയാ, ഫറോവമാരാരാ? ഫറോവയുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെന്ന തിരിച്ചറിവില്ലാതിരിക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിത പ്രമാണത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ പ്രഥമ സ്ഥാനം നാം കൊടുത്ത് അനുകരിക്കേണ്ടുന്ന വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അർഹതയില്ലാത്ത അധികാരം കൈവെള്ളയിൽ വെച്ചിരിക്കുന്ന അഹങ്കാരിയും ധിക്കാരിയുമായ അധികാരിയായിരുന്ന ഫറോവ, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. തന്റെ നാട്ടിലുള്ള ജനങ്ങളെ പറ്റി ചിന്തയില്ലാതെ, തന്റെ നാട്ടിലുള്ള ജനങ്ങളെ പറ്റി ബുദ്ധിമുട്ടില്ലാതെ സുഖാഡംബരങ്ങളുടെ പറുദീസയിൽ ജീവിച്ചിരുന്ന അഹങ്കാരിയായ ഭരണാധികാരിയായിരുന്നു ഫറോവ. അതേ, തന്റെ നാട്ടിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടങ്ങളെ, പ്രശ്നങ്ങളെ അറിയാതെ പുതിയ പുതിയ നിയമങ്ങളും നിരോധനങ്ങളും പാസാക്കുന്ന ധിക്കാരിയും സ്വേച്ഛാധിപതിയുമായ ഫറോവ, ആ ഫറോവ തന്റെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനായിരുന്നത്രേ. തന്റെ നാട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നവനാണ് ഫറോവ. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ പൊതുജനത്തിന്റെ ഉള്ളിൽ വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കിയിട്ട് ആ ജനങ്ങൾക്കിടയിൽ വർഗീയതയുണ്ടാക്കി അതിലൂടെ തന്റെ കയ്യിലേക്ക് വന്ന ഭരണാധികാരത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതായ അക്രമിയും ധിക്കാരിയുമായ ഭരണാധികാരിയാണ് ഫറോവ. എങ്കിലും ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കണേ, അങ്ങനെ ഒരു ഫറോവയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങളും നിരോധനങ്ങളും പാസാക്കുന്ന, പൊതുജനത്തിന്റെ ഇടയിൽ വർഗീയതയുണ്ടാക്കിയിട്ട് നരനായാട്ട് നടത്തുന്ന, നിങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന അധികാരിയായ ഫറോവ, ന്യൂനപക്ഷ വിശ്വാസി സമൂഹമായ മുസ്ലിമീങ്ങളെ അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട്, കൊലപാതകൾ പരമ്പരകൾ അരങ്ങേറിക്കൊണ്ട്, കലാപങ്ങൾ അടിച്ചുവിട്ടുകൊണ്ട്, യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ പിഞ്ചോമനകളെ പോലും അരുങ്കൊല ചെയ്യുന്നവൻ ഫറോവ. ഗർഭിണി പെണ്ണിന്റെ വയറ് കീറി തൃശൂലം കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് തീയിലിട്ടിട്ട് കരിച്ചു കളയുന്ന പിഞ്ചോമന മക്കളോട് പോലും അരുങ്കൊല നടത്തുന്നതായ ഫറോവമാർ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മുസ്ലിമെ ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല? നിങ്ങളുടെ പെണ്ണുങ്ങളെ അനാഥരാക്കി, വിധവകളാക്കി, അഗതികളാക്കി. ഫറോവമാരുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളായ
ബനൂ ഇസ്രായേലിലെ പെണ്ണുങ്ങളുടെ നഗ്നത കണ്ടവരെ മാനഭംഗം ചെയ്തുകൊണ്ട് അവരുടെ ശരീരം പിച്ചി ചീന്തുന്നവരായിരുന്ന ഫറോവമാരെങ്കിൽ അങ്ങനെ കലാപങ്ങളിലൂടെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ഫറോവമാരെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ല എങ്കിൽ നാം അറിഞ്ഞുകൊള്ളടേ, നാം ഐക്യപ്പെടേണ്ട സമയം അധികരിച്ചിരിക്കുകയാ. കാരണം ഖുർആൻ ഏതൊരു ഫറോവയെ പറഞ്ഞോ ആ ഫറോവയുടെ കാലത്തിലേക്ക് നാം ഇതാ എത്തിച്ചേർന്നിരിക്കുകയാ. ഇനി ഐക്യപ്പെടാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞു, നിനക്ക് ശേഷമുള്ള കുറെ ആളുകൾക്ക് നിന്നിന്ന് കുറെ പഠിക്കാനുണ്ട്. റസൂലുള്ള പറഞ്ഞു, എല്ലാ കാലഘട്ടത്തിലും ഫറോവമാർ വരും. നമുക്കതൊന്നും ഒരു ചർച്ചയല്ല. ഫറോവമാരെത്തി, അധികാരം കൈവെള്ളയിൽ വെച്ച അഹങ്കാരങ്ങൾ കാണിക്കുന്ന ഫറോവ, പൊതുജനത്തിന്റെ ഇടയിൽ വർഗീയതയുണ്ടാക്കുന്ന ഫറോവ, യസൂമുനക്കും സൂഅൽ അദാബ്, കലാപങ്ങൾ നടത്തും. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടില്ല, പെണ്ണുങ്ങളെ പോലും വെറുതെ വിടില്ല. ഈ ഫറോവമാരെ പറ്റി ഖുർആൻ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചേ, ആ ഫറോവമാർ നമ്മുടെ കാലത്തിൽ എത്തിയില്ലേ? ആ കാലത്തിലല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒന്നു ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഫറോവയുടെ അടയാളങ്ങൾ എണ്ണി എണ്ണി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫറോവയ്ക്ക് ഒരു പ്രധാനപ്പെട്ട അടയാളമുണ്ട്. കാരണം ആരെങ്കിലും അയാളോട് പോയിട്ട് അയാൾ നടത്തിയിട്ടുള്ള കലാപങ്ങളെയും അക്രമങ്ങളെയും പറഞ്ഞാൽ ഉടൻ തന്നെ ഫറോവയ്ക്ക് തിരിച്ചു പറയാനുണ്ടാകും, ഞാൻ എന്റെ നാട്ടിൽ നടത്തിയ വികസനങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഫറോവയുടെ അടയാളമാണ്. കലാപങ്ങളെ പറ്റി മറുഭാഗത്ത് പറയുമ്പോ കലാപങ്ങളെ മറച്ചു പിടിക്കാൻ തന്റെ നാട്ടിലുണ്ടാക്കിയ വികസനങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വളരാൻ അവസരമുണ്ടാക്കി കൊടുത്തതിനെ പറ്റി പ്രസംഗിക്കും ഫറോവ. ചിന്തിക്കും, ഖുർആൻ പറഞ്ഞയാണിത്. മഹാനായ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ബോധനത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അന്നർസിൽ മഅനാ ബനി ഇസ്രായീൽ, നീ പീഡിപ്പിക്കുന്ന, നീ കഷ്ടപ്പെടുത്തുന്ന ബനൂ ഇസ്രായേലുകൾ എന്ന മുസ്ലിമീങ്ങളെ എന്നോടൊപ്പം വിട്ടയക്കണം ഫറോവ. വലാ തുഅദ്ദിബുഹും, നീ ഇനി അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, നീ ഇനി അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല, നീ ഇനി അവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലോപകാരിയായ ഭരണാധികാരിയായ ഫറോവയുടെ മുന്നിൽ ചെന്ന് നീതിക്ക് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശബ്ദമുയർത്തുമ്പോ അന്ന് ഫറോവ മൂസയോട് തിരിച്ചു ചോദിക്കുന്നു, മൂസാ അലം നുറബ്ബിക ഫീനാ വലീദാ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ. മൂസാ, നിന്നെ വളർത്തി വലുതാക്കിയവൻ ഞാനല്ലയോ മൂസാ? നിനക്ക് ഭക്ഷണം തന്നവൻ ഞാനല്ലയോ? നിനക്ക് വസ്ത്രം തന്നവൻ ഞാനല്ലയോ? നിനക്ക് പാർപ്പിടം തന്നവൻ ഞാനല്ലയോ? കലാപങ്ങളെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ ആ കലാപങ്ങളെ മറച്ചു പിടിക്കാൻ താൻ നാട്ടിൽ വരുത്തിയിട്ടുള്ളതായ ഏതോ ചില വികസനങ്ങളെ പറ്റി പ്രസംഗിക്കുന്നവൻ ഫറോവ. ആ ഫറോവ മൂസാ നബിയോട് പ്രസംഗം നടത്തുമ്പോ മൂസാ നബി ഫറോവയോട് തിരിച്ചു ചോദിക്കുകയാണ്, നീ നടപ്പിൽ വരുത്തി എന്ന് പറയുന്ന വികസനങ്ങളേതാ? ഒരു ഭാഗത്ത് കലാപങ്ങൾ നടത്തി മുസ്ലിമീങ്ങളെ മുഴുവനും അടിച്ചമർത്തി തെരുവോരങ്ങളിൽ വലിച്ചെറിഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ ബനൂ ഇസ്രായേലുകളെ അടിമകളാക്കിയിട്ട് തെരുവോരങ്ങളിൽ തെണ്ടുകളെ പോലെ വലിച്ചെറിച്ചിട്ട് വലിയ വലിയ മുതലാളിമാർക്ക് വളരാൻ അവസരമുണ്ടാക്കിയിട്ടാണോ നീ അതിനെ വികസനമെന്ന് പുലമ്പിക്കൊണ്ട് നടക്കുന്നത്? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു. ആ ഫറോവ വളർത്തിക്കൊണ്ട് വന്നതായ ഖാറൂൻ എന്ന കോർപ്പറേറ്റ് മുതലാളിയെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ? ഇന്നത്തെ അംബാനിയല്ല, ഇന്നത്തെ അദാനിയല്ല, ഇന്നത്തെ റിലയൻസ് അല്ല, ടാറ്റയോ
ബിർളയോ അസീം പ്രേംജിയോ അല്ല. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ഖാറൂൻ എന്ന കോർപ്പറേറ്റ് മുതലാളിയില്ലേ, ഫബഗാ അലൈഹിം, പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, പൊതുജനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് സമ്പത്തുണ്ടാക്കിയ ഖാറൂൻ എന്ന കോർപ്പറേറ്റ് മുതലാളിയില്ലേ, അവന്റെ സമ്പത്തിന്റെ കണക്കെന്താ? ആതൈനാകു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു. അവന്റെ സമ്പത്തിന്റെ എണ്ണം പറഞ്ഞാൽ അവന്റെ സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണുകളുടെ താക്കോലുകൾ സൂക്ഷിക്കാൻ പോലും വലിയ വലിയ ഒട്ടകങ്ങളും കാവൽക്കാരും ആവശ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പണമുണ്ടാക്കിയ കോർപ്പറേറ്റ് മുതലാളിയായ ഖാറൂൻ എന്ന മുതലാളിക്ക് വളരാൻ അവസരമുണ്ടാക്കിയ ഫറോവയുടെ അടയാളങ്ങൾ ഞാൻ പറയാം. ആ ഫറോവ കലാപങ്ങൾ നടത്തും, പൊതുജനത്തെ അടിച്ചമർത്തും, കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലും, സ്ത്രീകളെ മാനഭംഗം ചെയ്യും എന്ന് മാത്രമല്ല ഈ കലാപങ്ങളെ പറ്റി പറഞ്ഞാൽ എന്ത് പറയും? നിങ്ങൾ കാണുന്നില്ലേ, വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ലേ, ഈ വികസനമൊന്നും കാണുന്നില്ലേ? വികസനങ്ങളെ പറ്റി പ്രസംഗിക്കും ഫറോവ, വികസനങ്ങളെ പറ്റി പ്രസംഗിക്കും. ചൂട് കാരണോ തൊപ്പി എടുത്തത് കേട്ടോ, ഇനി തൊപ്പിയില്ലാതെ പ്രസംഗിച്ചെന്ന് പറഞ്ഞേക്കല്ലേ തമ്പുരാനെ, പേടിയാ. തൊപ്പിയില്ലാത്ത ആളാണ് അയാള്. ഇപ്പൊ അയാൾ ഇനി അതിലായോ ഇതിലായോ പ്രശ്നമൊന്നും ഉണ്ടാക്കിയല്ലേ, ചൂട് കാരണമാ, ക്ലിപ്പന്മാരുടെ കാലഘട്ടമാ. ഇത്രയും പറഞ്ഞു ഒന്നും ചിലപ്പോ കേൾക്കൂല, ചിലപ്പോ ഇത് മാത്രം ഒന്ന് ക്ലിപ്പും. എന്നിട്ടതൊക്കെ ഉണ്ടോ സർക്കാസിന് തൊപ്പിയില്ലാതെ അപ്പൊ പ്രസംഗിക്കുന്നേ. അതുകൊണ്ട് ചൂട് കാരണം ഊരി വെച്ചതാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഫറോവ, ആ ഫറോവയെ പറ്റി ഖുർആൻ പറഞ്ഞിരുന്നു കോർപ്പറേറ്റ് മുതലാളിയാണ്. മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത് അടിച്ചൊതുക്കുമ്പോഴും മറുഭാഗത്ത് മുതലാളിമാരൊക്കെ ഇങ്ങനെ വളരും, കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കും. അല്ല, ഇനിയെങ്കിലും മനസ്സിലായോ ഈ ഫറോവ ആരാന്ന്? ഇനിയുണ്ട് ഖുർആൻ പറഞ്ഞ ഫറോവയുടെ അടയാളം. ഫറോവ കല്യാണമൊക്കെ കഴിച്ച ആളാണ്, പക്ഷെ ഫറോവയുടെ ഭാര്യ ഫറോവയ്ക്കെതിരായി. സ്വന്തം ഭാര്യ അയാൾക്കെതിരാണ്. അയാൾക്കെതിരെ പറയുന്ന, എതിരെ പ്രാർത്ഥന നടത്തുന്ന, അയാളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ഒരു ഭാര്യയായിരുന്നു ഫറോവയുടെ ഭാര്യ. ഫറോവയ്ക്ക് മക്കളും കുടുംബമൊന്നുമില്ല, കുടുംബത്തോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഒരു ഫറോവയുടെ വലിയൊരടയാളമുണ്ട്, ഫറോവയുടെ വലിയൊരടയാളമുണ്ട്. ഫറോവ വലിയ പ്രാസംഗികനാണ്, പ്രസംഗമൊക്കെ നടത്തും. ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇയാൾ പ്രസംഗിക്കും. ഫറോവയുടെ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞാണ് ഫറോവ തന്റെ പ്രസംഗം, ആ പ്രസംഗം തുടങ്ങുന്നത് തന്നെ പൊതുജനത്തിന്റെ മുമ്പിൽ വന്നിരുന്ന പ്രസംഗം തുടങ്ങുന്നത് ആദ്യം വിളിക്കും, യാ ഖൗം, യാ ഖൗം, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ. മലയാളത്തിൽ പറഞ്ഞ അങ്ങനെ പറയാം, ഇനി അതിനെ നമ്മൾ ഹിന്ദിയിലേക്കൊക്കെ മാറ്റിയാൽ യാ ഖൗം മേരെ പ്യാരെ ദേശവാസിയോ. ഫറോവ തന്റെ പ്രസംഗം തുടങ്ങുന്നത് പോലും ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ടാ. ഖുർആനാണ് സഹോദരങ്ങളെ, ഖുർആൻ. ഈ ഫറോവയെ തിരിച്ചറിയാൻ പറ്റിയോ? ഈ ഫറോവയും ഖുർആൻ പറയുന്നു ഫറോവ ഒറ്റയ്ക്കല്ല കലാപങ്ങൾ നടത്തുന്നത്. ഫറോവയോടൊപ്പം വർഗീയത തലയ്ക്ക് പിടിച്ച ഒരു ഭൂരിപക്ഷ വർഗീയ സമുദായമുണ്ട്. ഖുർആൻ അവർക്ക് പേര് പറഞ്ഞു ആലു ഫിർഔൻ. ആലു ഫിർഔൻ, ആലു ഫിർഔൻ എന്ന പേരുള്ള ഒരു വർഗീയത തലയ്ക്ക് പിടിച്ച ഭൂരിപക്ഷ സമൂഹമാ ഫറോവയ്ക്ക് വേണ്ടി കലാപങ്ങൾ നടത്തുന്നത്. എന്ന് മാത്രമല്ല, ഇയാൾക്കൊരു പാർട്ടി അധ്യക്ഷനുണ്ട്, ഫിർഔന വഹാമാന. ഒറ്റക്കല്ല, ഫിർഔനും ഹാമാനും പാർട്ടി അധ്യക്ഷനും കൂടെ ചേർന്നിട്ടായി കലാപങ്ങളൊക്കെ നടത്തുന്നത്. ഫറോവയുടെ കൂടെ ഇയാൾ എപ്പോഴും ഉണ്ടാവും. ഖുർആൻ പറയാ, നമുക്ക് മുമ്പ് കഴിഞ്ഞു കടന്നുപോയ വർഗീയവാദികളായ അപകടകാരികളായ ഭരണാധികാരികളെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഇത് കാലോചിതമായി അറിഞ്ഞു പടച്ചവനെ, ആ കാലത്തിൽ ഞങ്ങൾ എത്തിയെങ്കിൽ ഇനിയെങ്കിലും ഐക്യപ്പെടണ്ടേ. സൂറത്തുൽ കഹ്ഫിൽ ദക്കുനായൂസ് എന്ന പേരുള്ള ഒരു രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അയാളുടെ നിയമം, നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ അയാൾ അനുവദിക്കൂല, മുസ്ലിമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ പറയുന്ന നിയമം ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി വന്ന ആളാ.
ദക്കുനായുസ്. അയാളുടെ കാലഘട്ടത്തിൽ 6 or 7 ചെറുപ്പക്കാർ ശരീഅത്തിനെതിരെ ഭരണകൂടം സംസാരിച്ചപ്പോൾ ശരീഅത്ത് സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ അസ്ഹാബുൽ കഹ്ഫ് അല്ലെ, നമുക്കറിയില്ല, അവരൊരു ഗുഹയിൽ പോയി 350 വർഷം അവർ ഉറങ്ങി. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഉറക്കം ഒന്നുറങ്ങി ഉണർന്നു, ഒരു ദിവസം ഉറങ്ങി എന്നതിലപ്പുറം ഒന്നുമില്ല. ഒന്ന് ഇരുട്ടി വെളുത്തു. ഉറക്കം എഴുന്നേറ്റപ്പോൾ വയറ് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം. കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൊടുത്ത് ഒരാളെ പറഞ്ഞു വിട്ടു, ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരിക. ഇയാള് ഹോട്ടലിൽ പോയി ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു, ഭക്ഷണം കൊണ്ടുവന്നു, ബില്ല് കിട്ടി. ബില്ലിലുള്ള പണം നോക്കിയിട്ട് ആ പൈസ ഹോട്ടലുകാരനെ ഏൽപ്പിച്ചു. അയാൾ ആ പൈസ വാങ്ങിയില്ല. അയാൾ പറഞ്ഞു, ഈ പൈസയൊക്കെ നമ്മുടെ നാട്ടിൽ നിരോധിച്ചു, ഈ പൈസയൊന്നും നീ എടുക്കില്ല. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് കയ്യിലുണ്ടായിരുന്ന പൈസ നിരോധിച്ചു. ഇത് ഖുർആനാണ്, ഇസ്ലാമിന്റെ ചരിത്രമാണ്. നമുക്കിതൊന്നും ഒരു ചർച്ചയല്ലല്ലോ. അല്ലാഹ് പറഞ്ഞ ചില ആളുകൾക്ക് ഫറോവമാരിലൂടെ ഗുണപാഠമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പോയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഫറോവ തന്റെ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് വർഗീയതയുടെ പ്രസംഗങ്ങൾ നടത്തുന്നവനാണ്. ഫറോവമാര് ജനങ്ങൾക്കിടയിൽ വർഗീയതയുടെ ചേരിതിരിവുകൾ നടത്തുന്നവരാണ്. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിയിട്ട് ചില ആളുകൾ ശുഐബ് നബിയുടെ ദഅവത്തിനെ സ്വീകരിച്ച് മുസ്ലിമായപ്പോൾ അന്നുണ്ടായിരുന്ന അധികാരവർഗത്തിന്റെ താഴ്ചയുള്ള പ്രമാണിമാര് പരസ്യമായി പ്രസ്താവന നടത്തുകയുണ്ടായി. ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ഏ ശുഐബേ, മുസ്ലിമായി ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ശുഐബേ. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകണം ശുഐബേ. ഇവിടെ നിന്ന് നിങ്ങൾ എവിടേക്കെങ്കിലും പോകണം ശുഐബേ. ഇവിടെ നിങ്ങളെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ശുഐബേ. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഇസ്ലാമിക പ്രബോധകന്റെ മുഖത്ത് നോക്കി മഹാനുഭാവനോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ നോക്കിയിട്ട് ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. ഇവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകണമെന്ന് കൽപ്പിച്ച വർഗീയത പിടിച്ച ഫറോവമാരെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ. ഇനിയതല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണോ, ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായി നിങ്ങൾക്ക് താമസിക്കണോ എങ്കിലും ഞങ്ങൾ തന്നെ അവസരമൊരുക്കി തരാം. ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ്, എന്ത് കണ്ടീഷനാ? ഔ ലതഊദുന്ന ഫീ മില്ലതിനാ, ഔ ലതഊദുന്ന ഫീ മില്ലതിനാ. ഇനി ഇവിടെ ജീവിക്കണോ, ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കണോ എങ്കിലും നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങി വരിക. ഞങ്ങളുടെ മതത്തിലേക്ക് മടങ്ങി വന്നാൽ, ഞങ്ങളുടെ ആശയത്തെ സ്വീകരിച്ചാൽ, ഞങ്ങളുടെ ആദർശത്തെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാം. അതല്ല എങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകണമെന്ന് മുസ്ലിമീങ്ങളെ നോക്കി പ്രസ്താവന ഇറക്കിയ വർഗീയത തലക്ക് പിടിച്ച അധികാരികളെ പരിചയപ്പെടുത്തുന്നു ഖുർആൻ. ശുഐബ് നബിയുടെ കാലഘട്ടത്തിൽ ചില ആളുകളുടെ പ്രസ്താവന, ലനുഖ്രിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയതിനാ. ശുഐബേ, നീയും മുസ്ലിമീങ്ങളും ഒക്കെ ഈ നാട്ടിൽ നിന്ന് പോണം, പാകിസ്ഥാനിൽ പോണം. ഇവിടുന്ന് പൊക്കോണോ, ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ നാടാ. ഫറോവയുടെ പ്രസ്താവനയാണ്. യാ ഖൗം, ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര, ഇത് നമ്മുടെ നാടല്ലേ, അധികാരം നമുക്കല്ലേ, നമ്മളല്ലേ ഇവിടെ ഭൂരിപക്ഷം, നമുക്കല്ലേ ഇവിടെ എവിടെയുമുള്ളത്. വർഗീയതയുടെ പ്രസ്താവന. ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയേക്കണം, ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല.
ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതുല്യമായ പങ്കുവഹിച്ച മഹത്തുക്കളുടെ പാരമ്പര്യമുള്ള മുസ്ലിം സമൂഹം, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എത്രയോ അതുല്യമായ പങ്കുവഹിച്ചവരാണ്. സ്വാതന്ത്ര്യ സമരം വിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയെന്ന് ഫത്വ കൊടുക്കുകയുണ്ടായ ബഹുമാന്യനായ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുല്ലയുടെ, ഷാ വലിയുല്ലാഹി മുഹദ്ദിസ് ദഹ്ലവി റഹിമഹുല്ലയുടെ, റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ, ഖാസിം നാനൂതവിയുടെ, അഷ്റഫ് അലി താനവിയുടെ അനുയായികളെ നോക്കിയിട്ട് ചില ആളുകൾ പറയുന്നു ഇവിടുന്ന് നിങ്ങൾ പോകണമെന്ന്. അല്ലേ? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ഒന്നു ചേർത്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയ ബഹുമാനനായ മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ അനുയായികളെ നോക്കിയിട്ട്, ബഹുമാന്യനായ എളിയങ്കോട് ഉമർ ഖാദിയുടെ അനുയായികളെ നോക്കിയിട്ട്, ബഹുമാന്യനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അനുയായികളെ നോക്കിയിട്ട്, കുഞ്ഞാലി മരക്കാന്മാരുടെ അനുയായികളെ നോക്കിയിട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരെ ഭയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞോടി പഴത്തലിയിൽ ചവിട്ടിയിട്ട് തലയെ തല്ലി വീണ് ചത്തുപോയ പാരമ്പര്യം പോലും ഇല്ലാത്ത ചില ആളുകൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ വേണം, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പോണോന്ന്. മുസ്ലിങ്ങളൊക്കെ ഇവിടുന്ന് പോണം. വർഗീയതയുടെ പ്രസ്താവന ഖുർആൻ പറഞ്ഞയാണിത്. ഞാൻ ഇന്നലത്തെ പത്രം നോക്കിയിട്ട് നിങ്ങളോട് പറയല്ല, നമുക്കിതൊന്നും ഒരു ചർച്ചയല്ലല്ലോ. ഇസ്ലാമിക സമൂഹം നേരിടുന്ന ഖുർആൻ മുന്നറിയിപ്പ് നൽകി ഇതൊക്കെ നമുക്കൊരു ചർച്ചയാണോ? ഈ വിഷയങ്ങൾ ഗൗരവകരമായി ചർച്ച ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ ശാക്തീകരണത്തിന്റെ മാർഗത്തിലേക്ക് കടക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതേ ഫറോവ എന്ന അധികാരിയായ ഭരണാധികാരിയുടെ പ്രധാന പ്രവർത്തനമെന്താ? ഇസ്ലാമിന്റെ പ്രബോധനത്തെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് ഫറോവ. ഇസ്ലാമിന്റെ പ്രബോധനത്തിനെതിരെയും പ്രബോധകന്മാർക്കെതിരെയും ശബ്ദമുയർത്തുന്നവനാണ് ഫറോവ. ഫറോവ എന്ന ധിക്കാരിയുടെ കാലഘട്ടത്തിൽ മൂസാ നബി എന്ന പ്രബോധകൻ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തുമ്പോൾ മൂസാ നബിയുടെ ദഅവത്ത് കൊണ്ട് കുറെ ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഫബാഅമനു മൂസാ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അയ്യഫ്തിലുഹും. ഫറോവ എന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെയും ശരീഅത്തിലെയും നശിപ്പിക്കുന്ന ഫിറഔനയുടെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ ദഅവത്തിനെ തടയാൻ വേണ്ടി ഫറോവ പൊതുജനത്തിന്റെ മുന്നിലേക്ക് വന്ന് വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് പ്രസ്താവനം നടത്തുകയാ. ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനകും ഔ അയ്യുളിഹിറ ഫിൽ അർളിൽ ഫസാദ്. അല്ലയോ ജനങ്ങളെ, മൂസാ നമ്മുടെ നാട്ടിലെ പ്രബോധനം നടത്തുന്നുണ്ടെങ്കിൽ ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനകും, ഈ മൂസ നമ്മുടെ നാട്ടിൽ നിർബന്ധ മതപരിവർത്തനം നടത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാ. മൂസ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ നിർബന്ധിച്ചു മുസ്ലിമാക്കുകയാ, അവരെ ഭീഷണിപ്പെടുത്തി മുസ്ലിമാക്കുകയാ, പ്രേമം നടിച്ചു മുസ്ലിമാക്കുകയാ. ലൗ ജിഹാദിന്റെ റോമിയോ ജിഹാദിന്റെ ആക്ഷേപങ്ങളുമായി ഇന്നത്തെ ഫറോവമാരല്ല സഹോദരങ്ങളെ വന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂസാ നബിയുടെ പ്രബോധനത്തിൽ ചെറുപ്പക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ രാംസസ് രണ്ടാമനെന്ന ഫറോവ പറഞ്ഞു അത്രേ, ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനകും, നിങ്ങളെ നിർബന്ധിച്ചിവിടെ മതം മാറ്റത്തിന് വിധേയരാക്കുകയാ. ഔ അയ്യുളിഹിറ ഫിൽ അർളിൽ ഫസാദ്, അങ്ങനെ ഇസ്ലാമിന്റെ ആളുകളെ കൂട്ടിയിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ്, തീവ്രവാദവും ഭീകരവാദവും ഉണ്ടാക്കുകയാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ വർഗീയതയുടെ പ്രസ്താവനകൾ നടത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നുപോയ ഫറോവ എന്ന ചക്രവർത്തി എന്ന് വിശുദ്ധ ഖുർആൻ. ഇനിയെങ്കിലും നമുക്ക് തിരിച്ചറിവുണ്ടാകട്ടെ. ഞാൻ ഭയപ്പെടുക മൂസ ഇവിടെ നിർബന്ധ മതപരിവർത്തനം, ലൗ ജിഹാദ് റോമിയോ ജിഹാദ്, ഇപ്പൊ പുതിയ ജിഹാദ് കിട്ടി, കണ്ണുരുട്ടി ജിഹാദ്. നായിക്ക് കണ്ണുരുട്ടിയിട്ട് മുസ്ലിമാക്കുക. അയ്യുബദ്ദില ദീനക്കും, നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് മതം മാറ്റുക, നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് മതം മാറ്റുക. എന്നിട്ടോ ഔ അയ്യുളിഹിറ ഫിൽ അർളിൽ ഫസാദ്, എന്നിട്ട് ഇവിടെ കുഴപ്പവും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഉണ്ടാക്കുക. ഫറോവ നടത്തിയ പ്രസ്താവന
ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണോ മുസ്ലിങ്ങളെ, ലതഊദുന്ന ഫീ മില്ലത്തിനാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളിലേക്ക് മടങ്ങുക. വാപ്പസി. ഫറോവ വർഷങ്ങൾക്ക് മുമ്പ് ഫറോവ നടത്തിയ സിദ്ധാന്തം ഇന്നത്തെ ഫറോവമാർ ഏറ്റുപിടിച്ചു. വാക്കിന് വാക്കായി, ചാണിന് ചാണായി, മുഴത്തിനു മുഴമായി ഓരോ പ്രസ്താവനകൾ ഉൾപ്പെടെ ഇനി ഒരുപാട്. നമ്മുടെ വിഷയം അതല്ല. ഞാൻ എന്തിനാണ് ഈ ഫറോവയെ പറ്റി പറഞ്ഞത്? ഈ ഫറോവയെ നമുക്ക് ചർച്ചയല്ല. ഈ ഫറോവയെ പറ്റിയിട്ട് ഒരു ചിന്തയും നമുക്കില്ല. ഫറോവമാരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടോ പ്രസ്താവനകളെ പറ്റിയിട്ടോ ഗൂഢാലോചനകളെ പറ്റിയിട്ടോ നമുക്കൊന്നും ഒരു ചർച്ചയല്ല. പക്ഷേ നാം ഇവിടെ ചിന്തിക്കേണ്ടുന്നത്, ഈ ഫറോവയുടെ കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ, ഈ ഫറോവമാരുടെ കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടത് ഐക്യത്തിന്റെ മാർഗമെന്ന് ഖുർആൻ പറയുന്നു. അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റിയോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഫറോവയുടെ കാലഘട്ടം എത്തിയത് എന്ന് ഖുർആൻ ആയത്ത് വെച്ച് നിങ്ങളോട് സമർപ്പിച്ചത്. ഫറോവയുടെ കാലമെത്തി. ഫറോവ കലാപങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്, പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ദഅവത്തിനെ തടയുന്നുണ്ട്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വരികയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ മുസ്ലിമീങ്ങളെ സ്വീകരിക്കേണ്ടെന്ന മാർഗമേതാ? തൗഹീദിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മുസ്ലിമേ, പ്രസ്ഥാനങ്ങളുടെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ, ഗ്രൂപ്പിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മുസ്ലിമേ, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മുസ്ലിമീങ്ങൾ തമ്മിലടിക്കുകയല്ലേ, മദ്രസ മാനേജ്മെന്റുകൾ തമ്മിലടിക്കുകയല്ലേ, ഒരു നാട്ടിൽ ഐക്യത്തോടുകൂടി കഴിയുന്ന മുസ്ലിമീങ്ങൾ തമ്മിലടിച്ച മഹല്ലിനെ വിഭജിച്ച് 2 മഹല്ലാക്കുകയാണ്. ഗ്രൂപ്പിന്റെ പേരിൽ പള്ളികൾ വരികയാണ്, സംഘടനയുടെ പേരിൽ പള്ളികൾ വരികയാണ്, അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ പള്ളികൾ വരികയാണ്. ചുബൈക്ക് ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് മൈക്ക് തിരിച്ചു വെച്ച് കാഫർ എന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് മുബത്തദി എന്ന് വിളിക്കുകയാണ്. കണ്ടാല് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാല് മടക്കാൻ പാടില്ല, സഹോദര്യ ബന്ധത്തിലൂട്ടി ഉറപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഭിന്നതയുടെയും ചിത്രതയുടെയും മോശമായ ജീർണതകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ ഐക്യത്തെ തകർത്ത് കളയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ. ഫറോവമാരുടെ കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞ വിജയത്തിന്റെ മാർഗമുണ്ട്. ആ ഫറോവമാരുടെ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്നാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, ഈ അഹങ്കാരികളും ധിക്കാരികളും കലാപകാരികളുമായ ഈ ഫറോവമാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നാഥാ. ഇവരിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുമ്പോ, പടച്ച തമ്പുരാനാ വിജയത്തിന്റെ മുന്നൊരുക്കമെന്നോടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും കൊടുത്ത ഉപദേശം എന്താ? ഉമ്മത്തിനെ ഐക്യപ്പെടുത്തുക എന്നുള്ളതാ. കാരണം മൂസാ നബിയുടെ കാലഘട്ടത്തിൽ 12 പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതാ. 12 ഗോത്രക്കാരുണ്ടായിരുന്നത്രേ, 12 പാർട്ടികൾ ഉണ്ടായിരുന്നത്രേ, ഓരോരുത്തർക്കും അവരവരുടെ നേതാക്കന്മാരുണ്ടായിരുന്നത്രേ. ഉമ്മത്തെ ഐക്യത്തിലല്ലാതെ 12 വിഭാഗങ്ങളായി പിന്തിരിഞ്ഞു നിന്ന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്റെ ഐക്യമില്ലായ്മ ഏറ്റുവാങ്ങിക്കൊണ്ട് ഫറോവധികാരം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഉമ്മത്തിന് വിജയം വേണമോ? ബനൂ ഇസ്രായേലുകളും ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തിനും ഫറോവമാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? എങ്കിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പടച്ചവൻ കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണോ? സമൂഹത്തിന് വിശ്വാസികൾക്ക് ശക്തിപ്പെടാൻ കഴിയണോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 12 വിഭാഗത്തിനെയും ഒന്ന് ചേർക്കുക എന്നുള്ളതാ. ഈ 12 പാർട്ടികളെയും ഒന്ന് ചേർക്കുക എന്നുള്ളതാ. അന്തബവാലി ഖൗമികുമാ ബിമിസ്റ ബുയൂതാ വജഅലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ് സലാ.
മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പടച്ച തമ്പുരാൻ പറഞ്ഞു, മൂസായേ ഹാറൂനേ, നിങ്ങൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം, നിങ്ങളുടെ ജനങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുക. 12 വിഭാഗങ്ങളായി വേർപിരിഞ്ഞു നിൽക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്ന് ഐക്യപ്പെടാൻ നിങ്ങൾ പറയുക. അവരെയെല്ലാം നിങ്ങൾ ഒരു സ്ഥലത്ത് ഒന്ന് ചെറുക്കുക. അവരെയെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുക, ഒരേ വീടുകളിൽ കൊണ്ടുവന്ന് താമസിക്കുക. എന്നിട്ട് ആ വീടുകളിൽ നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഫറോവാർക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥന നടത്തുക. ഉമ്മത്തിന്റെ ഐക്യത്തിലാണ് വിജയമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ഫറോവമാർക്കെതിരിൽ ജയിക്കണോ, നിങ്ങൾ ഐക്യപ്പെടട്ടെ. ഫറോവമാർക്കെതിരിൽ നിങ്ങൾക്ക് പടച്ചവന്റെ ഭാഗത്തുള്ള സഹായം വേണോ, ഐക്യപ്പെടാൻ നമുക്ക് കഴിയട്ടെ. ആധുനിക ഫറോവമാരെ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ, കലാപങ്ങൾ അഴിച്ചിട്ട് സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ, വർഗീയതയുടെ പ്രസ്താവന ഇറക്കുന്ന കാലഘട്ടത്തിൽ, ഇനിയും നമ്മൾ തമ്മിൽ തല്ലുകെട്ട് സമുദായത്തെ നശിപ്പിച്ചു കളയണോ? ഇനിയും നമ്മൾ ഈ ഐക്യത്തെ നശിപ്പിച്ചു കളയണോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതായ സാഹോദര്യത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയട്ടെ. അവിടെയാ നമുക്ക് വിജയമുള്ളത്. തമ്മിലടിച്ചാ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാ, തമ്മിലടിച്ചാ നമ്മുടെ ശക്തി ഇല്ലാതായി പോകുന്നതാ, തമ്മിലടിച്ചാ നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ലേ, അത്വീഉല്ലാഹ വറസൂലഹു ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന വിശ്വാസികളെ, അത്വീഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കുക. ഇസ്ലാമിനെ അംഗീകരിച്ച് നിങ്ങൾ ജീവിക്കുക. എന്നാൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ വന്നേക്കാം, നിങ്ങൾക്കിടയിൽ വീക്ഷണ വ്യതിയാനങ്ങൾ വന്നേക്കാം, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ കുഴപ്പങ്ങൾ വന്നേക്കാം. പക്ഷേ വലാ തനാസഉ, അതിന്റെയൊന്നും പേരിൽ നിങ്ങൾ തമ്മിലടിക്കല്ലേ, അതിന്റെയൊന്നും പേരിൽ നിങ്ങൾ വഴക്കടിക്കല്ലേ, അതിന്റെയൊന്നും പേരിൽ നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ. നിങ്ങൾ ഐക്യത്തെ മുറുകെ പിടിക്കട്ടെ. മഹല്ലുകളിൽ ഐക്യമുണ്ടാകട്ടെ, നാടുകളിൽ ഐക്യമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ ഐക്യമുണ്ടാകട്ടെ. ഐക്യത്തോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. വലാ തനാസഉ, പാർട്ടിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, ഗ്രൂപ്പിന് വേണ്ടി, നേതാവിന് വേണ്ടി, ആദർശത്തിന്റെ പേരിൽ, ആശയത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കുന്നവരായി മാറിയാൽ ഫതഫ്ശലൂ, ഖുർആൻ പറയുന്നു, നിങ്ങൾ തോറ്റുപോകുന്നതാ. എവിടെയും നിങ്ങൾ തോറ്റുപോകുന്നതാ. ഇന്ന് ഈ ഉമ്മത്ത് പരാജയത്തിന്റെ കയ്പ് നീറു കുടിക്കുമ്പോ അധികാര കേന്ദ്രങ്ങളിൽ നമുക്ക് പരാജയമല്ലേ, രാഷ്ട്രീയ രംഗങ്ങളിലെ പരാജയമല്ലേ, സാമ്പത്തിക രംഗങ്ങളിലെ പരാജയമല്ലേ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പരാജയമല്ലേ, സാംസ്കാരിക രംഗങ്ങളിലെ പരാജയമല്ലേ. അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്, നിങ്ങൾ തമ്മിലടിച്ചാൽ ഫതഫ്ശലൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. ശത്രുവിന്റെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. വർഗീയതയുടെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടെ മുന്നിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതാ. നിങ്ങൾക്ക് പിന്നെ മുസ്ലിമായി ജീവിക്കാൻ പോലും പറ്റില്ല, നിങ്ങൾക്ക് പിന്നെ ദഅവത്ത് നടത്താൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് ഇബാദത്ത് പോലും നിർവഹിക്കാൻ പറ്റില്ല. ഫതഫ്ശലൂ, നിങ്ങൾ തോറ്റുപോകുമെന്ന് ഖുർആൻ. എന്ന് മാത്രമല്ല, വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകുന്നതാണ്, ശക്തി പോകുന്നതാണ്. അതുകൊണ്ട് തമ്മിലടിക്കല്ലേ. വിശുദ്ധമായ ഖുർആൻ പറയാ, ഫറോവമാരുടെ കാലഘട്ടത്തിൽ ജയിക്കണോ, ഉമ്മത്ത് ഐക്യപ്പെടണം, ഉമ്മത്ത് ഐക്യപ്പെടണം. എന്ത് നേട്ടമുണ്ടായി തമ്മിലടിച്ചിട്ട്? ഈ കാഫറൊന്ന് വിളിച്ചിട്ട്, മുബത്തദി എന്ന് വിളിച്ചിട്ട്, മുശ്രിക് എന്ന് വിളിച്ചിട്ട് നാളുന്ന വരെ എന്ത് നേട്ടം നമുക്കുണ്ടായി, എന്തു പ്രയോജനം ഉണ്ടായി? ഗൗരവമായി ഒന്ന് ചിന്തിച്ചു നോക്കെ. ഉമ്മത്ത് പലതട്ടിലായി. ഒരു സാഹോദര്യമില്ല, ഒരൈക്യമില്ല, കണ്ടാ മിണ്ടൂല, സലാം പറയൂല, അല്ലേ? ഓ, അവന്റെ മുഖത്തടിച്ച കാറ്റ് പോലും നമ്മുടെ മുഖത്തടിക്കല്ലേ. എന്താ കാഫിരീങ്ങളുടെ പറ്റി പോലും അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ന് അതും പറഞ്ഞു. മുഖത്ത് നോക്കി ചിരിക്ക പോലും ചെയ്യല്ലേ, നമ്മളത് പറഞ്ഞു.
മുസ്ലിമീങ്ങൾ തമ്മിലടിച്ചിട്ട് അതിന്റെ പേരിൽ പരാജയം മാത്രം. ഏത് രംഗത്തും പരാജയം മാത്രം. നിർത്തിക്കൂടെ നമുക്ക് ഇനിയെങ്കിലും ഇതിനെ നമുക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്തും നേട്ടമുണ്ടായി, എന്തും മാറ്റമുണ്ടായി ഈ ഉമ്മത്തിന്. അതുകൊണ്ട് പണ്ടെങ്ങോ ഉലമാക്കള് ചർച്ച ചെയ്ത് കബറടക്കിയ വിഷയം ചർച്ച ചെയ്ത് ഖുർആനും ഹദീസും കൊണ്ടുവന്ന് കിതാബുകൾ രേഖപ്പെടുത്തി ചർച്ച ക്ലോസ് ആക്കിയ വിഷയം നമ്മൾ ഇന്നും പോയി കബർ കൊണ്ടുവരുന്നു. അതിങ്ങനെ സമൂഹത്തിൽ പൊതുനിരത്തില് അതിങ്ങനെ ചർച്ച ചെയ്യുന്നു. വീണ്ടും അതിങ്ങനെ പറഞ്ഞു വഴക്കടിക്കും, മറ്റനെ കാഫിറാക്കുന്നു, ശിരിക്കാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. എന്തിനാണിത്? ഒരേ ആശയമുള്ളവർക്ക് പോലും ഐക്യപ്പെടാൻ പറ്റുന്നുണ്ടോ? ഒരേ ആശയമാ, വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നിട്ടും ഐക്യപ്പെടാൻ പറ്റുന്നുണ്ടോ? സാഹോദര്യത്തിലാകാൻ പറ്റുന്നുണ്ടോ? പള്ളിക്കുള്ളിലടി, പള്ളി പിടിച്ചെടുക്കുക. ഖുർആൻ പറഞ്ഞ എന്താ? വഅന്നൽ മസാജിദില്ല, പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. നമുക്ക് അവരുടെ പള്ളി നമുക്ക് പിടിച്ചെടുക്കണം, നമ്മുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കരുത്. പള്ളികൾ പോലും സംഘടനയ്ക്ക് തീരെഴുതി ഉമ്മത്ത്. റോഡിലിങ്ങനെ പോകുമ്പോ ഇന്ന് ലോഹറിന് ഞാനിങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സഹോദരനോട് ചോദിച്ചു, ആ പള്ളി അവിടെ പോകാനുള്ള വഴി ഏതാ? ഉസ്താദേ അവിടെ പോവല്ലേ? എന്താ അത്? അവരുടെ പള്ളിയാ. അള്ളാന്റെ പള്ളി എന്നുള്ളതൊക്കെ പോയില്ലേ ഇപ്പോ? മഞ്ചേശ്വരം ടൗണിൽ ഇറങ്ങിയിട്ടെ ഈ നാട്ടുകാരനല്ലാത്ത ഒരാള് ഒരു ഓട്ടോറിക്ഷയിൽ കയറി, ഒരു അമുസ്ലിമിന്റെ ഓട്ടോ തന്നെയാ. അയാളോട് ചോദിക്കുന്നു, അടുത്ത പള്ളി എവിടാ? പള്ളിയിലേക്ക് പോവുക. ഏത് പള്ളിയാണ്? അപ്പൊ തിരിച്ചു നോക്കി, ഏത് പള്ളി വേണം? എപി പള്ളി വേണോ? ഈക്ക പള്ളി വേണോ? മുജാഹിദിന്റെ പള്ളി വേണോ? ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളി വേണോ? തബ്ലീഗിന്റെ പള്ളി വേണോ? ഏത് പള്ളിയപ്പോ നിങ്ങൾക്ക് വേണ്ടേ? അള്ളാന്റെ പള്ളി ഇപ്പൊ ഉണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? നമ്മളൊക്കെ തന്നെയല്ലേ ഇങ്ങനെ തീരെഴുതിയത്? ഏത് സംഘടനയുടേതായാലും പള്ളിയൊക്കെ പറച്ചോണ്ടതാ. അവിടെ നീ കേറണ്ടെന്ന് പറയാൻ ഒരിക്കലും അവകാശമില്ല. ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഇവിടെ നീ കേറണ്ട എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. പടച്ച തമ്പുരാന്റെ പള്ളികളാണ് എല്ലാ പള്ളികളും പടച്ചവന്റെ പള്ളികളാണ്. ഒരു പള്ളിയിൽ ചെന്നാൽ ഇങ്ങനെ നിബന്ധനകൾ എഴുതി വെച്ചേക്കാം, ഇവിടെ ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ തന്നെ. നിസ്കരിക്കുമ്പോ പോലും നിബന്ധനകൾ ചില പള്ളികൾ കണ്ടിട്ടുണ്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നിർബന്ധ നിബന്ധനകൾ എഴുതി വെച്ചേക്കാം. അത് നിസ്കാരത്തിന്റെ ഫർദ് പോലും അല്ലാത്ത കാര്യങ്ങളാണ്. കൈ എവിടെ കെട്ടണോന്നുള്ളത് ഫർദല്ലല്ലോ, തല മറക്കണോന്നുള്ളത് ഫർദല്ലല്ലോ, അത്തഹിയാത്തിൽ വിരൽ ഉയർത്തണോന്നുള്ളത് ഫർദല്ലല്ലോ, ദുആയ്ക്ക് ശേഷം നിസ്കാരത്തിന് ശേഷം ദുആയുടെ കാര്യം ഫർദല്ലല്ലോ. കൈ എവിടെ കെട്ടിയാലും നിസ്കാരം ശരിയാവും, കൈ കെട്ടിയില്ലേലും നിസ്കാരം ശരിയാവും. തൊപ്പി ഇട്ടവനൊന്നും കാഫിറാവൂല, തൊപ്പിയിടൽ സുന്നത്താ, തൊപ്പി ഇടാതിരുന്നാലും കാഫിറാവൂല. അത്തഹിയാത്തിൽ വിരൽ ഉയർത്തിയാലും കാഫിറാവൂല, വിരൽ ഉയർത്തിയില്ലേലും കാഫിറാവൂല, ഉയർത്തിയ വിരലങ്ങ് ആട്ടിയാലും കാഫിറാവൂല. കാഫിറാവോ? ചിന്തിച്ചോക്കെ. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താലും കാഫിറാകൂല, ചെയ്തില്ലേലും കാഫിറാവൂല. നമ്മൾ ഇതൊക്കെയായി ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനുള്ള മാനദണ്ഡം. ഞാനിപ്പോ ഇത് പറഞ്ഞോണ്ട് ഇപ്പൊ എന്നെയും കാഫിറാക്കിയിട്ടുണ്ടാവും. ഓ, അയാൾ അങ്ങനെ പറഞ്ഞോ? ഉമ്മത്തിന്റെ തലവരെ നല്ല ചില ആളുകളുണ്ട്, അത് എത്ര പറഞ്ഞാലും അങ്ങോട്ട് മാറൂല. അതങ്ങട്ട് എത്ര പറഞ്ഞാലും മാറാതെ ഒരു കല്ലുപോലത്തെ ഹൃദയമായി നടക്കുന്ന ഉമ്മത്തിനെ പറ്റി ചിന്തിക്കാൻ തങ്ങൾക്ക് ഇങ്ങനെ ആളായിട്ട് നിൽക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് മേൽക്കോയ്മയൊക്കെ ഉണ്ടാകണം എന്നതിലപ്പുറം ഉള്ള സ്ഥാനം നഷ്ടപ്പെടരുത് എന്ന ഫറോവൻ സിദ്ധാന്തങ്ങളും മുറുകെ പിടിച്ച് ഉമ്മത്തിനെ പല തട്ടിലാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സ്ഥാനവും അധികാരവും കൂട്ടായും അതിനു വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സോലുമില്ല, മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള ചിന്താഗതികളുമില്ല. പള്ളികൾ പോലും ഇന്ന് പങ്കിട്ടെടുത്തിരിക്കുന്നു, പള്ളികൾ പോലും അല്ലേ? എന്നിട്ട് നമ്മൾ ചിന്തിക്കട്ടെ, ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിടയിൽ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണോ കാഫിറും മുശ്രിക്കും മുബ്തദിയാക്കുന്നത്? മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ലേ? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്, ഹനഫി മദ്ഹബിന്റെ ഇമാം,
നമ്മുടെ ഇമാം മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ, രണ്ടുപേർക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം. വിശ്വാസികൾക്കൊരു സ്വഭാവം ഉണ്ടാകണം. എന്താ? വഅംറുഹും ശൂറാ ബൈനഹും, പൊതുവിഷയങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം. ഇതങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഇവിടെ ഏക സിവിൽ കോഡ് പ്രശ്നം വരുന്നു, മുസ്ലിം വേട്ട നടക്കുന്നു, പ്രബോധകന്മാരെ തകർക്കുന്നു, നിരപരാധികളെ പിടിച്ച് ജയിലിലിടുന്നു. മുസ്ലിം സമൂഹം എല്ലാം ഒന്നിച്ചിരുന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. പറ്റുന്നുണ്ടോ? അവിടെയും മത്സരിക്കുക, അവിടെയും കടിപിടി കൂടുകയാ. അല്ലാഹുവിന്റെ റസൂൽ മശൂറ ചെയ്യുകയാ. സഹാബാക്കളെ വിളിച്ചിട്ട്, സഹാബ, ഈ കൊണ്ടുവന്നതായ 70 പേര് നമ്മൾ എന്ത് ചെയ്യണം? സഹാബ, മാ റഅയുക യാ അബൂബക്കർ, അബൂബക്കറെ അഭിപ്രായം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുന്നു, നബിയേ, ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ്, ശരി തന്നെയാണ് നബിയേ. പക്ഷേ ഹബീബായ മുത്തേ, ഇവരിൽ പലരും നമ്മുടെ കുടുംബക്കാരല്ലേ നബിയേ? ഇവരിൽ പലരും നമ്മുടെ അയൽക്കാരായിരുന്നില്ലേ നബിയേ? ഇവരിൽ പലരും നമ്മുടെ കൂട്ടുകാരായിരുന്നില്ലേ നബിയേ? അതുകൊണ്ട് ഹബീബേ, ഇവരെയൊന്നും നമുക്കൊന്നും ചെയ്യണ്ട നബിയേ. ഇവരെയൊക്കെ നമുക്ക് വെറുതെ വിടാം നബിയേ. മോചനദ്രവ്യം വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വെറുതെ വിടാം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുമ്പോ, രണ്ടാമത് ഹബീബായ റസൂൽ ചോദിച്ചു, വമാ റഅയുക യാ ഉമർ, ഉമറേ അഭിപ്രായം എന്താ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ഹബീബായ മുത്തിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വല്ലാഹി മാ ലാ അറാ മാ റആ അബൂബക്കർ, വല്ലാഹി ലാ അറാ മാ റആ അബൂബക്കർ. ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, അല്ലാഹുവിൽ തന്നെയാണ് സത്യം. അബൂബക്കർ പറഞ്ഞ തീരുമാനത്തോട് ഈ ഉമർ യോജിക്കുന്നില്ല നബിയേ. എന്റെയും നിങ്ങളുടെയും ഇടയിലുള്ള അഭിപ്രായം പോലെയല്ല. മദീനത്തെ പള്ളിയിൽ ഹബീബായ മുത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ നടക്കുന്ന ചർച്ചയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബദറിൽ നിന്നുകൊണ്ട് വന്ന 70 പേരെയും പണം വാങ്ങി നമുക്ക് വെറുതെ വിടാം, ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ മുസ്ലിമാകുമല്ലോ. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, പറ്റില്ല നബിയേ, അബൂബക്കറിന്റെ തീരുമാനം പറ്റില്ല നബിയേ. ഉമർ പറയുന്ന തീരുമാനം കേട്ടുകൊള്ളുക നബിയേ. ഇവര് നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ രക്തബന്ധുക്കളാണ്, അയൽക്കാരാണ്, നാമുമായി ബന്ധമുള്ളവരാണ്. എങ്കിലും നബിയേ, ഇവരല്ലയോ നബിയേ മക്കയിലെ നമ്മളെ കഷ്ടപ്പെടുത്തിയത്? നബിയേ, മക്കയുടെ മണ്ണിൽ നമ്മളെ കശാപ്പ് ചെയ്തവർ ഇവരല്ലയോ നബിയേ? നമ്മുടെ സുബയ്യയെ കൊന്നത് ഇവരല്ലയോ നബിയേ? യാസറിനെ കൊന്നവർ ഇവരല്ലയോ നബിയേ? ബിലാലിനെയും അമ്മാറിനെയും കഷ്ടപ്പെടുത്തിയത് ഇവരല്ലയോ നബിയേ? ഇവര് കാരണമല്ലയോ മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരേണ്ടി വന്നത്? ഇന്ന് ഈ മദീനയിലും വന്നിവര് നമ്മളെ നശിപ്പിക്കാൻ നോക്കുകയല്ലേ ഹബീബേ? അതുകൊണ്ട് നബിയേ, വേണ്ട നബിയേ, അബൂബക്കറിന്റെ തീരുമാനം പറ്റില്ല നബിയേ. ഉമർ പറയുന്ന തീരുമാനം ഇതാണ് നബിയേ. ഹബീബായ മുത്തേ, നമുക്കൊരു തീരുമാനമെടുക്കാം ഹബീബേ. ഇവരെ എല്ലാം നമുക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാം നബിയേ. എന്റെ കുടുംബക്കാരെ ഞാൻ വധിക്കാം നബിയേ. അബൂബക്കറിന്റെ കുടുംബക്കാരെ അബൂബക്കർ വധിക്കട്ടെ നബിയേ. അലിയുടെ കുടുംബക്കാരെ അലി വധിക്കട്ടെ നബിയേ. ഇവരെയൊക്കെ നമുക്ക് വധശിക്ഷയ്ക്ക് വിധിക്കാം നബിയേ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തിന് നേരെ വിപരീതമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. സഹാബാക്കളും പലരും പല രണ്ട് തട്ടുകളിലായി മാറുകയാ. ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ചില ആളുകൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. ഈ സന്ദർഭത്തിലും മറ്റൊരു സഹാബി എഴുന്നേറ്റിട്ട് പറയുന്നു, നബിയേ, ഈ പറഞ്ഞ രണ്ട് തീരുമാനവും പറ്റില്ല നബിയേ. എന്റെ തീരുമാനവും മറ്റൊന്നാണ് നബിയേ. മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, മദീനത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിന്റെ
അതിന്റെ പേരിൽ അവര് തമ്മിൽ തല്ലിയില്ല മുസ്ലിമേ. അതിന്റെ പേരിൽ അവര് മഹല്ലിൽ പ്രശ്നം ഉണ്ടാക്കിയില്ല മുസ്ലിമേ. അതിന്റെ പേരിൽ പുതിയ പള്ളി കെട്ടി ഉണ്ടാക്കിയില്ല. അതിന്റെ പേരിൽ പുതിയ മദ്രസ കൊണ്ടുവന്നില്ല. അതിന്റെ പേരിൽ ഇമാമിനെ ഖുത്ബ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞില്ല. അതിന്റെ പേരിൽ അവര് വാൾ പോസ്റ്ററും ഫ്ലെക്സും അടിച്ചിറക്കിയില്ല. അഭിപ്രായ ഭിന്നതകൾ മദീനത്തെ പള്ളിക്കുള്ളിൽ നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അല്പനേരം ആലോചിച്ചു. കാരുണ്യത്തിന്റെ തിരുദൂതരായ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമായി ഏറ്റെടുത്തത് അതേ ഇവരെയെല്ലാം ഭോജനദ്രവ്യം വാങ്ങി നമുക്ക് വെറുതെ വിടാം. ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ മുസ്ലിമാകുമല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം ഹബീബായ റസൂൽ ഏറ്റെടുത്തു. അത് റസൂലുള്ള പാസാക്കി. മദീനക്കാരും മുഴുവൻ അത് സംസാരിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുത്തിനു പിടിച്ചിട്ട്, ഉമറേ, നിന്റെ വാക്കുകൾക്ക് ഇവിടെ വിലയില്ല ഉമറേ. നിന്റെ അഭിപ്രായം ഇവിടെ ആവശ്യമില്ല ഉമറേ. എന്റെ അഭിപ്രായമാ റസൂലുള്ളാഹിന് ഇഷ്ടമുള്ളത് ഉമറേ. എന്റെ അഭിപ്രായമാണ് ഈ മഹല്ലിലുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഉമറേ. അതുകൊണ്ട് ഉമറേ, എന്റെ അഭിപ്രായം എതിർത്തതിന്റെ പേരിൽ ഇനി നമ്മൾ തമ്മിൽ ബന്ധമില്ല ഉമറേ. ഇനി നീ എന്നോട് സലാം പറയല്ലും ഉമറേ. ഇനി ഞാൻ നിനക്ക് സലാം പറയില്ല ഉമറേ. എപ്പോഴെങ്കിലും ഇങ്ങനൊരു വാക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞോ? തന്റെ അഭിപ്രായോട് എതിര് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ, താൻ പറഞ്ഞത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയോ? അവര് പുതിയ പള്ളികൾ ഉണ്ടാക്കിയോ? അവരും മദ്രസകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചോ? അവിടെയും ചരിത്രം അവസാനിച്ചിട്ടില്ലല്ലോ. എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തീരുമാനം ഏറ്റെടുത്തു. എല്ലാവരും പല ഭാഗത്തേക്ക് പിരിഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് ബഹുമാനനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാ, ഹബീബായ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കരഞ്ഞുകൊണ്ടിരിക്കുകയാ. രണ്ടുപേരും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വിങ്ങി വിതുമ്പി കരയുകയാ. ബഹുമാനനായ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അബൂബക്കറേ, നിങ്ങൾ കരയുന്നത് എന്തിനാ അബൂബക്കറേ? എന്റെ കൂട്ടുകാരനായ അബൂബക്കർ എന്തിനാണോ കരയുന്നത്? എന്റെ ഹബീബായ റസൂൽ എന്തിനാണോ കരയുന്നത്? ഈ കാര്യം ഉമറിനെയും കരയിക്കുന്ന കാര്യവാ. ഇത് എനിക്കും വിഷമമുണ്ടാകുന്ന കാര്യവാ. അതുകൊണ്ട് അബൂബക്കറേ, കാര്യം പറയൂ അബൂബക്കറേ. ഹബീബായ മുത്തെഴുന്നേറ്റ് ഉമറിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമറേ, ബദറിൽ നിന്നുകൊണ്ട് വന്ന 70ഓളം ബന്ദികൾ, അവരെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ അബൂബക്കർ പറഞ്ഞത് സംയമനത്തിന്റെ സമാധാനത്തിന്റെ തീരുമാനമാണെങ്കിൽ, ഉമർ പറഞ്ഞത് പ്രതിരോധത്തിന്റെ പ്രതികാരത്തിന്റെ തീരുമാനമാണെങ്കിൽ, ഇവിടെ എനിക്ക് നല്ലതായി തോന്നിയത് അബൂബക്കറിന്റെ തീരുമാനമായതുകൊണ്ട് ആ തീരുമാനം ഞാൻ എടുത്തിരുന്നു ഉമറേ. അത് മദീനത്ത് ഞാൻ പാസാക്കി ഉമറേ. അത് മദീനത്തുള്ളവരെല്ലാം സ്വീകരിച്ചു ഉമറേ. എന്നാൽ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സന്ദേശവുമായി എൻ്റെ അടുക്കലേക്ക് വന്നു ഉമറേ. എന്നിട്ട് മഹാനായ ജിബ്രീൽ പറഞ്ഞു, നബിയേ, കൊണ്ട് വന്നതായ 70ഓളം ബന്ദികൾ, അവരെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ മശൂറ നടത്തിയപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ സംയമനത്തിന്റെ സമാധാനത്തിന്റെ തീരുമാനം, മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ വെറുതെ വിടാമെന്നുള്ള തീരുമാനം. എന്നാൽ ഉമറുൽ ഫാറൂഖ് പറഞ്ഞത് പ്രതിരോധത്തിന്റെയും പ്രതികാരത്തിന്റെയും തീരുമാനം, രക്തബന്ധത്തെക്കാൾ ആദർശബന്ധത്തിന് സ്ഥാനം കൊടുത്തുള്ള തീരുമാനം. ഈ സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് അല്ലാഹ് കാണട്ടെ എന്ന തീരുമാനം. എന്നാൽ ഹബീബേ, മദീനത്തെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത പോലും ഉണ്ടായപ്പോൾ താങ്കൾ ഏറ്റെടുത്തതായ തീരുമാനം അബൂബക്കർ സിദ്ദീഖിന്റെ തീരുമാനമല്ലേ നബിയേ?
എന്നാൽ അള്ളാഹു അറിയിക്കുന്നു നബിയേ, അള്ളാഹു അറിയിക്കുന്നു നബിയേ, അള്ളാഹുവിന്റെ റസൂലായ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത് അബൂബക്കറിന്റെ തീരുമാനമായിരുന്നെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ടത് ഉമറുൽ ഫാറൂഖിന്റെ തീരുമാനമായിരുന്നു നബിയേ. അള്ളാഹു താക്കീത് നൽകുന്നു നബിയേ, മാ കാന ലിനബിയിൻ അയ്യകൂന ലഹു അസ്റാ ഹത്താ യുദ്ഖില ഫിൽ അർളി തുരീദൂന അർള ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു യുരീദുൽ ആഖിറ ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖൽതും അദാബുൻ അലീം. ഇല്ല, ശരിയായില്ല നബിയേ, ശരിയായില്ല നബിയേ. അബൂബക്കറിന്റെ തീരുമാനമെടുത്തത് ശരിയായില്ല നബിയേ. ഉമറിന്റെ തീരുമാനമായിരുന്നു നല്ലത് നബിയേ, അതായിരുന്നു എടുക്കേണ്ടുന്ന തീരുമാനമെന്ന് നബിയേ. ഈ അബൂബക്കറിന്റെ തീരുമാനമെടുത്തത് കൊണ്ട് അള്ളാന്റെ ശിക്ഷ പോലും താങ്കൾക്കുണ്ടാകുമായിരുന്നു നബിയേ. എന്നാലും മുസ്ലിം സമൂഹം സാഹോദര്യത്തോടുകൂടി കൂടി ആലോചിച്ചു മശൂറ ചെയ്തെടുത്ത തീരുമാനമായതുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ടു നബിയേ. നാം ഒന്ന് ചിന്തിക്കണേ, ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട്, അബൂബക്കറേ, നിന്റെ അഭിപ്രായത്തിന് ഇനി വിലയില്ല അബൂബക്കറേ. നിന്റെ അഭിപ്രായം റസൂലുള്ളാഹിന് ഇഷ്ടപ്പെട്ട അഭിപ്രായമാണെങ്കിൽ, നിന്റെ അഭിപ്രായം മദീനക്കാരേറ്റെടുത്ത അഭിപ്രായമാണെങ്കിൽ, ഹേ അബൂബക്കറേ, ഈ ഉമറിന്റെ തീരുമാനം അല്ലാഹ് ഇഷ്ടപ്പെട്ട തീരുമാനമാ അബൂബക്കറേ. അതുകൊണ്ട് നിന്നെക്കാൾ സ്ഥാനമുള്ളത് എനിക്കാ അബൂബക്കറേ. അതുകൊണ്ട് നീ എന്റെ പള്ളിയിൽ വരണ്ട അബൂബക്കറേ, നീ എന്നോട് ചിരിക്കണ്ട അബൂബക്കറേ, നീ എന്നോട് സംസാരിക്കണ്ട അബൂബക്കറേ. എനിക്ക് എന്റെ ഗ്രൂപ്പും നിനക്ക് നിന്റെ ഗ്രൂപ്പും എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചിട്ടില്ലല്ലോ. അഭിപ്രായ വ്യത്യാസം മദീനത്ത് പള്ളിയുടെ ഉള്ളില് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെറുതെ വിടാം. ഉമർ റളിയല്ലാഹു പറഞ്ഞു ഒറ്റ ഒന്നിനെ വെറുതെ വിട്ടത് എല്ലാത്തിനെയും വധശിക്ഷയ്ക്ക് വിധിക്കണം. ഇത്രയൊക്കെ പ്രശ്നം കാണാം ഇന്നത്തെ ഈ മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക്, സംഘടനകൾക്ക്, ഗ്രൂപ്പുകൾക്കിടയിലുണ്ടോ? ചിന്തിക്ക്. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹുവിന്റെ തീരുമാനം എടുത്തു, അല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ തീരുമാനം എടുത്തു. ചിന്തിക്കണേ, അഭിപ്രായ വ്യത്യാസം. റസൂലുള്ളാഹി അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അല്ലാഹു. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പള്ളിയിൽ ഒരു കമ്മിറ്റി അടക്കുക, എല്ലാരും ഉണ്ട്. അബൂബക്കർ ഹാജിയും ഉമർ ഹാജി എല്ലാരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോ അബൂബക്കർ ഹാജി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നതുപോലെ ചെയ്യണം, നമ്മുടെ ഒരു തീരുമാനം ഇതാണ്, നമ്മുടെ ഒരു ഉസ്താദിനെയൊക്കെ കൊണ്ടുവരാം, നമുക്കൊരു പരിപാടിയൊക്കെ നടത്താം അല്ലേ. അപ്പൊ ഉമർ ഹാജി എഴുന്നേറ്റിട്ട് പറയും, ആ പറഞ്ഞ പരിപാടി ഇവിടെ നടക്കൂല, ആ ഗ്രൂപ്പ് പറ്റൂല, നമ്മുടെ ഗ്രൂപ്പേ പറ്റുള്ളൂ, ഞങ്ങളുടെ ഉസ്താദിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആകെ പ്രശ്നമായി. പിന്നെ പള്ളിക്കുള്ളിൽ അങ്ങോട്ട് അടിയാവും. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിൽ ഖുത്ബ ഓതാൻ വേണ്ടി വരുമ്പോ ഒരു ഗ്രൂപ്പുകാരിങ്ങനെ മിമ്പറിൽ ഇരിപ്പുണ്ടായിരിക്കും, ഞങ്ങൾ ഖുത്ബ ഓതാൻ സമ്മതിക്കില്ല. മിമ്പറിൽ ഒരു ഖുത്ബ നടക്കുമ്പോ ഹൗദിന്റെ കരയിൽ വേറൊരു ഖുത്ബ നടക്കും. ആകെ പ്രശ്നമായി. പിന്നെ പള്ളി പിടിച്ചെടുക്കലായി, പിന്നെ പള്ളിയുടെ പേരിൽ കേസായി, പിന്നെ പള്ളി പൂട്ടലായി. പള്ളി പൂട്ടിയതിന്റെ പേരിൽ ആഹ്ലാദ പ്രകടനവുമായി അല്ലേ. പള്ളി പൂട്ടിയതിന്റെ പേരിൽ ആഹ്ലാദ പ്രകടനം മുസ്ലിം ഉമ്മത്ത് നടത്തി. നമുക്കിടയിലാണ് ഈ അഭിപ്രായ ഭിന്നതയെങ്കിൽ പിറ്റേ ദിവസം സുബഹിക്ക് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയുടെ വലതുഭാഗത്ത് ഒരു ഫ്ലക്സ് ഉണ്ടാവും, അബൂബക്കർ ഹാജിയാർക്കെതിരെ. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഗ്രൂപ്പ് കളിക്കുകയാണോ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണോ, ഇതൊക്കെ എന്ത് തീരുമാനമാ? ഇടതുഭാഗത്ത് ഉമർ ഹാജിയാർക്കെതിരെ തീവ്രവാദി, ഭീകരവാദി, പ്രശ്നം ഉണ്ടാക്കുന്നു, കുഴപ്പമുണ്ടാക്കുന്നു. ഇതൊക്കെ അല്ലേ നമുക്കിടയിൽ? എന്തിനാ ഇത്രയും അഭിപ്രായ വ്യത്യാസം സഹാബത്തിനിടയിൽ ഉണ്ടായിട്ട്? അവരൊന്നും നമ്മളെ പോലെ ഇത്ര അതപ്പതിച്ചില്ല, നമ്മളെ പോലെ തരം താന്നില്ല, നമ്മളെ പോലെ തെരുവിൽ കിടന്ന് തമ്മിലടിച്ചില്ല, വെല്ലുവിളിച്ചില്ല, കാപ്പറാക്കിയില്ല, പള്ളി പൂട്ടിയില്ല, കലാപങ്ങൾ ഉണ്ടാക്കിയില്ല. അവർക്കിടയിൽ സാഹോദര്യം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. നമുക്കിടയിൽ നിന്ന് അതൊക്കെ നഷ്ടമായി പോയി. നമുക്കിടയിൽ നിന്ന് ഈ സാഹോദര്യവും സ്നേഹവും ഒക്കെ നഷ്ടമായി പോയി. പള്ളികൾ പോലും ഇന്ന് നമ്മൾ പാർട്ടി ഓഫീസാക്കി മാറ്റി. പള്ളികൾ പോലും
ഒരു പള്ളിയിൽ നിന്ന് ആ നാട്ടിലെ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തിനെതിരെ പ്രസ്താവന, ഉമ്മത്തിനിടയിൽ ഫിർഖത്തുണ്ടാക്കുക, അവര് കാഫിര്യങ്ങളാണ്, അവര് മുബ്തദിങ്ങളാണ്, അവരുടെ തൗഹീദ് ശരിയല്ല, അവരുടെ സുന്നത്തിയമാത്ത് ശരിയല്ല, അതുകൊണ്ട് സഹകരിക്കരുത്. അവർക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ സന്തോഷിക്കണം, അവർക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ വിഷമിക്കണം. പള്ളികൾ പോലും കേന്ദ്രമാക്കിയിട്ടാ ഇന്ന്, പള്ളികൾ പോലും കേന്ദ്രമാക്കിയിട്ട് എന്തിനാ ഇത്? അള്ളാഹു കള്ളന്മാരെന്നാ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളെ. പള്ളികളിലൂടെ ഉമ്മത്തിൽ ഫിർഖത്തുണ്ടാക്കുന്നവർ. ഒരു പള്ളി ഇസ്ലാമിക ഒരു മഹലിന്റെ കേന്ദ്രമാണ്. മഹലിലുള്ള എല്ലാ ജനങ്ങളെയും, ഏത് സംഘടനയാകട്ടെ, ഏത് പാർട്ടിയാകട്ടെ, ഏത് പ്രസ്ഥാനമാകട്ടെ, എല്ലാരെയും ഒരേപോലെ കാണാൻ ഒരു മഹലിന് കഴിയണം, പള്ളിക്ക് കഴിയണം, പള്ളിയുമായി ബന്ധപ്പെട്ടവർക്ക് കഴിയണം, മഹല്ല് ഭാരവാഹികൾക്ക് കഴിയണം, മഹല്ലിലെ ഇമാമിന് കഴിയണം, എല്ലാരെയും ഒരുപോലെ കാണാൻ. അല്ലാതെ പള്ളി പിടിച്ചെടുക്കുക, പള്ളിയിലൂടെ ഉമ്മത്തിൽ ഫിത്ന ഉണ്ടാക്കുക, കഠിനമായ താക്കീതാണ് വിശുദ്ധ ഖുർആൻ തന്നത്. അള്ളാഹു ശക്തമായ താക്കീതാണ് ആ വിഷയത്തിൽ നമുക്ക് തന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചില ആളുകളുണ്ട് അവരങ്ങനെയുള്ളവരാണ്. വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറൻ വകുഫറൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വറസൂലഹു മിൻ ഖബൽ വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്നാ വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു പറയുന്നു, വല്ലദീന തഖദൂ മസ്ജിദൻ പള്ളി മസ്ജിദുൽ ളിറാർ എന്ന് തന്നെയാ പടച്ചവൻ പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന പള്ളിയുണ്ടല്ലോ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന പള്ളികളുണ്ടല്ലോ, ആ പള്ളിയിലൂടെ നന്ദികേട് കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹു കനിഞ്ഞരുളിയ സാഹോദര്യമെന്ന അനുഗ്രഹത്തെ തകർത്തെറിഞ്ഞുകൊണ്ട്, അല്ലാഹു നൽകിയ ഐക്യമെന്ന ശക്തിയെ തകർത്തെറിഞ്ഞുകൊണ്ട്, ആ ഐക്യത്തെ നിഷേധിച്ചുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കുന്ന ആളുകളില്ലേ. എന്ന് മാത്രമല്ല, വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ആളുകളും അവരുടെ പള്ളികളുമുണ്ടല്ലോ. വിശ്വാസികൾക്കിടയിൽ ഫിർഖത്തുണ്ടാക്കുന്ന പള്ളി, പാർട്ടിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ പള്ളികൾ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ. എന്ന് മാത്രമല്ല, വീണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാ, അല്ലാഹുവിനെയും റസൂലിനെയും ശത്രുപക്ഷത്ത് നിർത്തുന്നവർക്ക്, ഇസ്ലാമിനെ എതിർക്കുന്നവർക്ക്, ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക്, ആ പരസ്യമായ വർഗീയതയുടെ വക്താക്കളായ ശത്രുക്കളോട് ബന്ധം പുലർത്തുന്നതായ ആളുകളുണ്ട്. അവരോട് ഐക്യത്തോടുകൂടി അവർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും വക നൽകുന്നതായ ആളുകളില്ലേ. ആ കൂട്ടരും ആ കൂട്ടരുടെ പള്ളികളുമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ മൂന്ന് അടയാളങ്ങളുള്ള ആളുകളും അവരുടെ പള്ളികളുമില്ലേ. വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്നാ. അവര് ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തു പറയുന്നതാ, ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഉമ്മത്തിലെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞവർക്കിടയിൽ അവരെ കാഫിറെന്നും മുബ്തദിയെന്നും മുശ്രിക്കെന്നും തീവ്രവാദിയെന്നും വിളിച്ചിട്ട്, ഉമ്മത്തിനിടയിൽ ഫിർഖത്തുണ്ടാക്കിയിട്ട്, ഉമ്മത്തിന്റെ ഐക്യം നശിപ്പിച്ച് കളഞ്ഞിട്ട്, മഹല്ലിന്റെ ഇടയിൽ ഭിന്നതയുണ്ടാക്കിയിട്ട്, മദ്രസകളിൽ ഭിന്നതയുണ്ടാക്കിയിട്ട്, പള്ളികളിൽ ഭിന്നതയുണ്ടാക്കിയിട്ട്, പുതിയ പള്ളിക്കും മദ്രസയ്ക്കും ഗ്രൂപ്പിനും പാർട്ടിക്കും ആഹ്വാനം കൊടുത്തിട്ട് സമൂഹത്തെ നശിപ്പിച്ച് കളയുന്നവരുണ്ടല്ലോ. അവര് ആണയിട്ടുകൊണ്ട് പറയുന്നതാ, ഞങ്ങളും നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്തത്, ഞങ്ങളുടെ നന്മയെ കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ പടച്ചവൻ പറയുന്നു, ഇല്ല നബിയേ, ഒരു നന്മയും അവരിലില്ല നബിയേ, ഒരു നന്മയും അവരിലില്ല നബിയേ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സാക്ഷിയാണ് നബിയേ, അവര് കള്ളന്മാരാണ് നബിയേ. അല്ലാഹു സാക്ഷിയാണ് നബിയേ, അവര് പെരും കള്ളന്മാരാണ് നബിയേ. ഉമ്മത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവരെ, സഹോദര്യത്തെ നശിപ്പിച്ച് കളയുന്നവരെ, ഐക്യത്തെ നിഷേധിച്ച് കളയുന്നവരെ, ശത്രുക്കൾക്ക് സന്തോഷത്തിന് വക കൊടുക്കുന്നവരെ, അവര് കള്ളന്മാരാണ്
എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് പടച്ച തമ്പുരാൻ നബി തങ്ങളോട് പറയുന്നു, നബിയേ ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും അവരെ പള്ളിയിൽ താങ്കൾ പോകാൻ പാടില്ല നബിയേ. ഉമ്മത്തിനെ വിഭജിക്കുന്നവരുടെ പള്ളിയിൽ പോകല്ല നബിയേ. അവിടെ പോയി താങ്കളും നിസ്കരിക്കല്ല നബിയേ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ, പ്രാരംഭകാലം മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയില്ലേ, പാർട്ടിയിൽ അധിഷ്ഠിതമായതല്ല, പ്രസ്ഥാനത്തിലോ ഗ്രൂപ്പിലോ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയുണ്ടല്ലോ നബിയേ, അവിടെയാണ് താങ്കൾ പോകേണ്ടത് നബിയേ. ഫീഹി റിജാലു യുഹിബ്ബൂന അയ്യതതഹറു, അവിടെ നന്നാകണമെന്ന് കൊതിക്കുന്നവരുണ്ട് നബിയേ. അവിടെ ശുദ്ധിയാകണമെന്ന് കൊതിക്കുന്നവരുണ്ട് നബിയേ. അവിടെ സ്വന്തം സംസ്കരണത്തെ ആഗ്രഹിക്കുന്നവരുണ്ട് നബിയേ. അവരോടൊപ്പമാണ് താങ്കൾ പോകേണ്ടത് ഹബീബേ. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് വരച്ചു കാട്ടുമ്പോ എന്തിനാ മുസ്ലിമേ തമ്മിലടിക്കുന്നത്, എന്തിനാ മുസ്ലിമേ ഫിർഖത്തുണ്ടാക്കുന്നത്? ഈ പള്ളികൾ പോലും കേന്ദ്രമുണ്ടാക്കി ഫിർഖത്തുണ്ടാക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശാപവും കോപവുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ഇതൊന്നും നിർത്താൻ സമയമായില്ലേ? പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, പള്ളികൾ കേന്ദ്രമാക്കി അല്ല പറഞ്ഞ 3 അടയാളങ്ങൾ. ഒന്ന് നന്ദികേട്, അല്ലാഹു നൽകിയ ഐക്യത്തിന് നന്ദികേട്, പിരിക്കുക, ഉമ്മത്തിനെ പല തട്ടിലാക്കുക. തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക. 3 വയർസാദൽ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു മിൻ ഖബൽ, ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ വക കൊടുക്കുക. അതൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ എത്രത്തോളം ഉമ്മത്തിൽ വന്നു. ഒരു നാട്ടിൽ ഇപ്പോ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടക്കുക, ആ നാട്ടിൽ തന്നെ എത്രയോ മുസ്ലിങ്ങളുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളെയും ക്ഷണിക്കില്ല, പണ്ഡിതന്മാരെ വിളിക്കില്ല, പ്രഭാഷകന്മാരെ വിളിക്കില്ല. കാരണം അവരൊന്നും നമ്മുടെ ഗ്രൂപ്പും പാർട്ടിയല്ല. വലിയ സമ്മേളനങ്ങൾ നടക്കും. ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വിളിക്കുന്നത് അബൂലഹബിനെയാണ്. അനുബോധന പ്രഭാഷണം നടത്തുന്നത് അബൂജഹല. പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നു നാട്ടില്, പാർട്ടിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കി, സംഘടനയുടെ പേരിൽ പള്ളി ഉണ്ടാക്കി. ആ നാട്ടിലെ ഇമാമിനെ ഖത്തീബിനെ പോലും ചിലപ്പോൾ വിളിക്കൂല, അയാൾ നമ്മുടെ ആളല്ലല്ലോ. ആ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രമാണിമാരെ പോലും വിളിക്കൂല. പള്ളി ഉദ്ഘാടനത്തിന് മുഖ്യ പ്രഭാഷണം നടത്താൻ ഫിർഔനെ കൊണ്ടുവരും. ഉമ്മത്തിന്റെ തലവര ഈ അവസ്ഥയിലേക്കൊക്കെ എത്തി. അല്ലാഹ് പറഞ്ഞു, കള്ളന്മാരാണവർ, ചതിയന്മാരാണവർ, ഒരിക്കലും അവരോടൊപ്പം നബിയെ താങ്കൾ കൂടാൻ പാടില്ല. ആ അവസ്ഥയിൽ നമ്മളൊക്കെ എത്തിപ്പോയി. ഉമ്മത്ത് പല തട്ടിലായി. ഈ പറഞ്ഞ പോലെ തൗഹീദും ശിർക്കും സുന്നത്തെ മാത്തും നിസ്കാരവും നോമ്പും സക്കാത്തും തറാവിയും ഒക്കെ ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല, ഒരു നേട്ടവും ഇല്ല. ഇവിടെ ഉമ്മത്ത് അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ ചിന്തിക്കണം. ഇവിടെ എത്രയോ നിരപരാധികൾ ജയിലിലുണ്ട്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ഭോപ്പാലിൽ 8 ചെറുപ്പക്കാരെ നിരപരാധികളായി ഒരാഴ്ചക്കുള്ളിൽ പുറത്തേക്ക് വരേണ്ടുന്ന ചെറുപ്പക്കാരെ രാത്രിയിൽ ജയിലു തുറന്നു കൊണ്ടുപോയി പാറക്കെട്ടിനും മുകളിൽ വെച്ചിട്ട് നിഷ്കരണം വെടിവെച്ചു കൊന്നു. നമുക്കതൊന്നും ഒരു വിഷയമല്ല, നമുക്കതൊന്നും ഒരു ചർച്ചയല്ല. ഇവിടെ ഇനിയും ആയിരക്കണക്കിന് നിരപരാധികൾ ജയിലറകളിലുണ്ട്. നാറാത്ത ചെറുപ്പക്കാര് മൂവാറ്റുപുഴയിൽ നിന്ന്, ഈരാറ്റുപേട്ടയിൽ നിന്ന്, പാനായിക്കുളത്ത് നിന്ന് എത്രയോ ചെറുപ്പക്കാർ പലരെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശംസുദ്ദീൻ പാലത്തെന്ന പ്രബോധകനെ പിടിച്ച് ജയിലിലടച്ചു. കാരണം എന്താ? വർഗീയത പറഞ്ഞു അത്രേ. ഇവിടെ വർഗീയത പറഞ്ഞ് നടക്കുന്നത് എത്രയോ പേരുണ്ട്. ശശികല ടീച്ചർ വർഗീയത പറയുന്നു, അവർക്കെതിരെ കേസില്ല. ശ്രീധരൻപിള്ള വർഗീയത പറഞ്ഞു, അയാൾക്കെതിരെ കേസില്ല. തോക്കുസ്വാമി വർഗീയത പറഞ്ഞു, അയാൾക്കെതിരെ കേസില്ല. ഇവിടെ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞു, അവർക്കെതിരെ കേസില്ല. ഇവിടെ മുസ്ലിമുകൾക്കെതിരെയാണ് കേസ്. പ്രബോധകന്മാർക്കെതിരെ എം.എം. അക്ബർ ഭീകരവാദിയാണ് അത്രേ, സക്കീർ നായിക് ഭീകരവാദിയാണ് അത്രേ, ബാലുശ്ശേരി ഭീകരവാദി. ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ പേര് പറയുന്നത് പോലും വൻപാപമായി കാണുന്ന ജീർണതാവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഇതൊന്നും ഇവരുടെ പാർട്ടിയും പ്രസ്ഥാനവും നോക്കിയിട്ടല്ല,
ഇവരൊക്കെ ഇസ്ലാമിന്റെ വക്താക്കളാണ്, ഇസ്ലാം ഇവരിലൂടെ വളരുന്നുണ്ടെങ്കിൽ അതിനെ തടയുക എന്നത്. പീസ് ഇന്റർനാഷണൽ സ്കൂളൊക്കെ തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങളായി, അതിനെതിരെ അന്വേഷണം നടക്കുക. ഇവിടെ ഈ ഡിസംബർ ക്രിസ്മസിന്റെ വേദനയിൽ ഇവിടുത്തെ വർഗീയ സംഘപരിവാരങ്ങള് 12-13 വയസ്സുള്ള കൊച്ചുകുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ പരസ്യമായി വർഗീയത പ്രചരിപ്പിക്കുകയും ആയുധ പരിശീലനം നടത്തുകയും ചെയ്തിട്ട് ആ സ്കൂളുകൾക്കെതിരെയോ അവന്മാർക്കെതിരെയോ കേസില്ല. സമാധാനത്തിന്റെ സ്കൂളുകൾക്കെതിരെയാണ് കേസുള്ളത്. ഇതൊന്നും ഉമ്മത്തിന് വിഷയമാണോ? അതിന് എത്ര വർഷമായി? പാവപ്പെട്ട മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം? ഇവിടെയും അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാ? അതിന് അവര് നോക്കിക്കോളുമല്ലോ. അത് നമ്മൾ ചിന്തിക്കുക. ഉമ്മത്തിന്റെ അവസ്ഥ, ഒരു മനുഷ്യൻ എത്ര നാളുകളായി ഒരു മനുഷ്യൻ അനുഭവിക്കുകയാണ്, എത്ര നാളുകളായി അദ്ദേഹം ബുദ്ധിമുട്ടുകയാണ്. ഒരേ ഒരു തെറ്റേ ഈ ഉമ്മത്തിനോട് ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്താ? അദ്ദേഹം നമ്മളെ ആരെയും മറന്നിട്ടില്ല എന്ന ഒരു തെറ്റ്, ഒരേ ഒരു തെറ്റ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രഭാഷണത്തിന്റെ മികവ് കൊണ്ട് വലിയ വലിയ കോടികൾ സമ്പാദിക്കാമായിരുന്നു, ആഡംബര വാഹനങ്ങൾ സമ്പാദിക്കാമായിരുന്നു, വലിയ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാക്കാമായിരുന്നു. ഇന്നും സ്വന്തമായൊരു വീട് പോലും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന്റെ നാവിന്റെ ശക്തി, അദ്ദേഹത്തിന്റെ ആ വാക്സാമർത്ഥ്യം ഈ ഉമ്മത്തിന് വേണ്ടി കൊടുത്തു. 10,000-കണക്കിന് വിശ്വാസികൾ മുന്നിൽ വരുമ്പോഴും അബ്ദുൽ നാസർ അതിന് വേദനിക്കുന്ന ഉമ്മത്തിനെ മറന്നിട്ടുണ്ടായിരുന്നില്ല. പോലീസും പട്ടാളവും മുന്നിൽ വന്നപ്പോഴും അദ്ദേഹം ഈ ഉമ്മത്തിനെ മറന്നില്ല. 100-കണക്കിന് കേസുകൾ വന്നപ്പോഴും അദ്ദേഹം ഈ ഉമ്മത്തിനെ മറന്നില്ല. ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോഴും അദ്ദേഹം ഈ ഉമ്മത്തിനെ മറന്നില്ല. ഇന്നും തടവറയ്ക്ക് സമാനമായ ആശുപത്രി കിടക്കയിലിരിക്കുന്ന മഅദനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന ഉമ്മത്തിനെ ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കുമ്പോൾ ആ മഅദനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടാൻ സ്വീകരിക്കണേ അല്ലാഹ്. ഹിദായത്ത് നൽകണേ അല്ലാഹ്. തൗഹീദിന്റെ സംസ്ഥാപകരാക്കണേ അല്ലാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണേ അല്ലാഹ്. മുഖ്ലിസീങ്ങളായ ദാഇകളാക്കണേ അല്ലാഹ്. ധീരരായ പോരാളികളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു നൽകണേ അല്ലാഹ്. ജീവിത വിശുദ്ധി നൽകണേ അല്ലാഹ്. എപ്പ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും സ്വർഗം കണ്ട് സന്തോഷത്തോടെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഷഹാദത്ത് വരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പലരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ ആരൊക്കെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയോ ഞങ്ങളുടെയും അവരുടെയും ഖബറിടങ്ങളെ വിശാലമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കണ്ണെത്താ ദൂരത്തോളം പ്രകാശവും വിശാലവും നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ശരീരം കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, കച്ചവടങ്ങളിൽ ഉദ്യോഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ സ്വന്തമായി ഒരു വീട് നൽകണേ അല്ലാ, വാഹനം നൽകണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. പടച്ചവനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായി കഴിയുന്നവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, പ്രസവം എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ സിറിയയിലെ, മ്യാൻമറിലെ, ലബനാനിലെ, ഫലസ്തീനിലെ, ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. ശത്രുക്കളെ നീ നശിപ്പിക്കണേ അല്ലാ. നിന്റെ കൈകരങ്ങൾ കൊണ്ട് നീ അവരെ കൈകാര്യം ചെയ്യണേ അല്ലാ. അവരുടെ ശക്തി ഇല്ലാതെയാക്കണേ അല്ലാ. കോട്ടകൊത്തളങ്ങൾ തകർക്കണേ അല്ലാ. അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ അല്ലാ. അവരുടെ ഐക്യത്തെ തകർത്ത് കളയണേ അല്ലാ. അല്ലാഹുവേ കാരുണ്യവാനായ നാഥ, അല്ലാഹുവേ ഈ നാട്ടിലും നാട്ടുകാരിലും ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ലോക മുസ്ലിം ഉമ്മത്തിനിടയിൽ ഐക്യം നൽകണേ അല്ലാ. ഈ നാട്ടിലും നാട്ടുകാരിലും ഇടയിൽ ഐക്യവും സഹോദര്യവും നൽകണേ അല്ലാ. പടച്ചവനെ തമ്മിലുള്ള ശത്രുത തീർത്തു പൊതു ശത്രുവിനെ അറിയാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മുസ്ലിമുകൾക്കും അമുസ്ലിമുകൾക്കും ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. വർഗീയതയില്ലാത്ത, കലാപങ്ങളില്ലാത്ത, അക്രമങ്ങളില്ലാത്ത നാളുകൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ കാരുണ്യവാനായ നാഥ, പടച്ചവനെ തടവറകളിൽ കഴിയുന്നവർക്ക് മോചനം നൽകണേ അല്ലാ. അബ്ദുന്നാസർ മഅദനി ഉസ്താദിന് മോചനം നൽകണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ മോചനത്തിന് എളുപ്പത്തിൽ നീ വഴിയൊരുക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ നാറാത്ത് നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന്, പാലായിക്കുളത്ത് നിന്ന്, ഈരാറ്റുപേട്ടയിൽ നിന്ന്, എവിടെ നിന്നെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളെ ജയിലറകളിലാണോ എല്ലാവർക്കും മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇസ്ലാമിക പ്രബോധകന്മാരെ ജയിലിലടക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, ചതിക്കുടികളിൽ നിന്ന്, കരിനിയമങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. പ്രയാസങ്ങൾക്ക് മോചനം നൽകണേ അല്ലാ. നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾക്ക് പറയാനില്ല അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ലാ, കൈവെടിയല്ലേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽഖൗമിൽ ളാലിബീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. يا مغيث أغثنا، يا مغيث أغثنا، يا مغيث أغثنا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.
أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله تعالى وبركاته. നാട്ടുകാരായ എല്ലാവരുടെയും പിന്നെ വേദിയിലിരിക്കുന്ന അതികളെയും പിന്നെ അധ്യക്ഷന്റെ അനുമതിയോടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.